Hi everybody, I am Saju Varghese, Max faculty in Brilliant Studies Center, Pala. We will discuss the chapter Conic Section. Conic Section JEE Main examination is a very important chapter. Minimum 3 questions including circle. Discuss the portions parabola, ellipse, hyperbola. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ കിട്ടുന്നതാണ്. നമുക്ക് പോർഷനിലേക്ക് വരാം. വളരെ ഫാസ്റ്റായി ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ ഡിസ്കസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, കോണിക് സെക്ഷൻ്റെ ഡെഫിനിഷൻ ഇറ്റ്സ് എ ലോക്കസ് ഓഫ് പോയിന്റ്സ് മൂവ്സ് ഇൻ എ പ്ലെയിൻ സച്ച് എ വേ ദാറ്റ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൺസ്റ്റൻറ്റ്. Distance, it is the ratio of distance from a fixed point. That point is called a focus. And a fixed line, that is called a directors. Look here. The X are there. From here, there is an any point P, X comma Y be any point, and this is a fixed point S, that is focus. There is a fixed straight line. These are fixed straight line. ഈ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനാണ് ഡയറക്ടസ് എന്ന് പറഞ്ഞത്. നോക്കൂ, ഈ ഡിസ്റ്റൻസ് SP ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ പിയിൽ നിന്ന് ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ഈ പിയിൽ നിന്ന് ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ റേഷ്യോ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ കോണിക് സെക്ഷൻ എന്ന് പറയും. SP/PM equal to constant the eccentricity. That constant is called eccentricity. Eccentricity 1 ആണ് ഈ parabola. Parabolയുടെ eccentricity 1 ആണ്. Eccentricity less than 1 ellipse. Eccentricity equal to 0. ആ less than 1 equal to 0 ആയാൽ circle. Eccentricity greater than 1 hyperbola. Eccentricity നെഗറ്റീവ് ആവില്ല, eccentricity പോസിറ്റീവ് ആണ്. less than 1 up to 0 വരുമ്പോൾ അത് സർക്കിൾ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് പോകുന്നത് ഇതിലേക്കാണ്, വെർട്ടിക്കൽ എലിപ്സിലേക്ക് പോകും. ഈ ഗ്രേറ്റർ ദാൻ 1 എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ഹൈപ്പർബോള, എക്സെൻട്രിസിറ്റി √2 റെക്ടാംഗിൾ ഹൈപ്പർബോള, എക്സെൻട്രിസിറ്റി ടെൻഡ്സ് ടു ഇൻഫിനിറ്റി പെയർ ഓഫ് ലൈൻസ്. ഓക്കെ, ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കോണിക് സെക്ഷൻ. ഈ കോണിക് സെക്ഷൻ്റെ ജോമെട്രിക്കൽ ഡെഫിനിഷനാണ്. അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷനാണ് നമ്മൾ അടുത്ത് നോക്കണം. ആൾജിബ്രിക് എക്സ്പ്രഷൻ, ദ സെക്കൻഡ് ഡിഗ്രി ജനറൽ ഇക്വേഷൻ. ലുക്ക് ഹിയർ, second degree general equation ax square plus 2hxy plus by square plus 2gx plus 2fy plus c equal to 0. അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു abc plus 2fgh minus bg square minus af square minus ch square. ഡിസ്ക്രിമിനൻ്റ്. അതിലെ ഡിറ്റർമിനൻ്റിൽ abc ഡയഗണൽ എഴുതുക, hgf അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഡെൽറ്റ ഈക്വൽ ടു 0, h square greater than AB. This is a pair of lines. Those lines are real and distinct. Greater than AB ആണെങ്കിൽ, h square greater than AB ആണെങ്കിൽ real and distinct. If h square equal to AB, delta equal to 0, h square equal to AB, the lines are coincide. Lines എന്ത് ചെയ്യും? Coincide ചെയ്യും. Pair of lines-ൻ്റെ. Pair of lines മാത്രമേ delta equal to 0 ആവുള്ളൂ. ഓക്കെ, ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0. എല്ലാ കോണിക് സെക്ഷനും ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആണ്. h സ്ക്വയർ ഈസ് ഈക്വൽ ടു 0, a ഈക്വൽ ടു b നോട്ട് ഈക്വൽ ടു 0, g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c ഗ്രേറ്റർ ദാൻ 0 ഈസ് റെപ്രസെൻറ്റ് സർക്കിൾ, റിയൽ സർക്കിൾ. ആ g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c ഈക്വൽ ടു 0 ആയാൽ പോയിന്റ് സർക്കിൾ. h 0 ആയിരിക്കണം, a ഈക്വൽ ടു b നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c ഗ്രേറ്റർ ദാൻ സർക്കിൾ. ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0, h സ്ക്വയർ ഈക്വൽ ടു AB, parabola. Delta not equal to 0, h square less than AB, ellipse. Delta not equal to 0, h square greater than AB,
hyperbola. Delta not equal to 0, h square greater than ab, a plus b equal to 0. It is rectangle hyperbola. വേണമെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ജനറൽ ഇക്വേഷൻ തന്നിട്ട് ഇത് ഏത് റെപ്രസെൻറ്റ് ചെയ്യുന്നു ചോദിക്കാം. ഓക്കെ, ഗോ ടു നെക്സ്റ്റ്. അടുത്തതിലേക്ക് വരുമ്പോൾ പാരാബോള. വാട്ട് ഇസ് പാരാബോള? എക്സെൻട്രിസിറ്റി 1 ആണ്. എസ് പി ഇസ് ഈക്വൽ ടു പി എം ആണ്. എസ് പി ഈക്വൽ ടു പി എം ആണ്. So this is the locus of points moves in a plane such a way that the distance from fixed point is equal to the distance from fixed straight line. ഫിക്സഡ് ഏതൊരു പോയിന്റ്, പരാബോളയുടെ ഏതൊരു പോയിന്റിൽ നിന്നും അതിൻ്റെ ഫോക്കസായ ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും അതിൻ്റെ ഡയറക്ട്രസിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വലാണ്. അങ്ങനെ ഈക്വൽ ആകുന്ന കോണിക് സെക്ഷനാണ് പരാബോള. അപ്പോൾ പരാബോള എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം നമുക്ക്. പരാബോളയിൽ ഒരു ഫോം നോക്കൂ. ദിസ് ഈസ് സപ്പോസ് ദിസ് ഇസ് എൻ എക്സ് ആക്സിസ്, y axis, origin here, ഇതാണെന്നിരിക്കട്ടെ. ഈ പരാബോള ഓപ്പൺ ടു റൈറ്റ് സൈഡ് ആയാൽ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ആണ്. ശരിയാണ്. പരാബോള, എലിപ്സ്, ഹൈപ്പർബോള എല്ലാം സെക്കൻഡ് ഡിഗ്രി ജനറൽ ഇക്വേഷൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ വോർട്ടെക്സ് 0 0 ആക്സിസുകൾ കോഓർഡിനേറ്റ് ആക്സിസുകളായാൽ അതിന് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. എ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 എടുക്കുക. ഇതിൻ്റെ ഫോക്കസ് ഇവിടെയാണ്, a,0. ദെൻ അതിൻ്റെ ഡയറക്ട്രസ് വരുന്നത് ഇവിടെ എടുക്കൂ. ഇതിൻ്റെ അകത്ത് കണ്ടീഷൻസ് ഇതാണ്. ഇവിടെ നിന്നും ഏതൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഏതൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഏത് പോയിന്റ് ആയാലും ഇതേ കണ്ടോ, ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസുകൾ ഈ പോയിന്റിൽ നിന്നും ഈ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയിരിക്കണം. എസ് പി ദിസ് ഈസ് എസ് പി എം. എസ് പി ഈസ് ഈക്വൽ ടു പി എം ആയിരിക്കും. This is suppose this vertex A, focus, the directress on Z, vertex 0 0, focus a,0. ഇത് മൈനസ് ഡിസ്റ്റൻസ് സെയിം ആണ്. ഇത് എ ആണ്. ദിസ് ഈസ് ഓൾസോ എ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പോൾ എന്ത് വരും നമുക്ക്? ഇത് എക്സ് ഈക്വൽ ടു മൈനസ് എ, ദറ്റ് ഈസ് എക്സ് പ്ലസ് എ ഈക്വൽ ടു 0. ഡയറക്ട്രസ് ഫോക്കസ് a,0, ആക്സിസ് y ഈക്വൽ ടു 0. പരാബോള ഓപ്പൺ ടു റൈറ്റ് സൈഡ്. പരാബോള അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു. പരാബോള ഇപ്പുറത്തേക്ക് ഓപ്പൺ ചെയ്താൽ, ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്താൽ എ എന്തായിരിക്കണം? നെഗറ്റീവ്. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ y സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ax വേർ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. നോക്കൂ, അതിൻ്റെ ലാറ്റർ സെക്ടം. വാട്ട് ഈസ് ലാറ്റർ സെക്ടം? ആ ലാറ്റർ സെക്ടം എന്ന് പറയുന്ന സാധനം എന്താണ്? ലാറ്റർ സെക്ടം ഇസ് എ ഫോക്കൽ കോഡ്. Lateral sectum is a focal chord. What is focal chord? The chord passing through the focus. ശരിയല്ലേ? അപ്പോൾ ഈ കോഡ് ഫോക്കസിലൂടെ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുന്നത് ഇതിന് പാരൽ ടു ഡയറക്ടേഴ്സ് ഓർ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. അതാണ് ഫോക്കൽ കോഡ്. അപ്പോൾ മറ്റൊരു ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയും. ആ ഡബിൾ ഓർഡിനേറ്റുകളിൽ പാരൽ ടു ഡയറക്ടേഴ്സ് അത് ഫോക്കസിലൂടെ കടന്നു പോകുന്നതിനെയാണ് ഫോക്കൽ കോഡ് എന്ന് പറയുന്നത്. ആ ഫോക്കൽ കോഡ് ഇവിടെ നിന്ന് ഇവിടം വരെ, ഫോക്കൽ കോഡിൻ്റെ ലെന്ത് ഇത് എ ആണെങ്കിൽ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എ ആണെങ്കിൽ അതെന്താണ്? 4a ആയിരിക്കും. ലെന്ത് ഓഫ് ദ ഫോക്കൽ കോഡ് ഈസ് ഈക്വൽ ടു 4a ആണ്. രണ്ട് പരാബോളകൾ ഈക്വൽ ആണ്. ഇഫ് ടു പരാബോളാസ് ആർ ഈക്വൽ, വെൻ ആ പരാബോളകൾ ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ ലെന്ത് ഓഫ് ദ ലാറ്റർ സെക്ടം ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ ലെന്ത് ഓഫ് ദ ലാറ്റർ സെക്ടം ഈസ് എ ഫോക്കൽ കോഡ് പാരൽ ടു ഡയറക്ടേഴ്സ് ഓർ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. ദ ലെന്ത് ഓഫ് ദ ലാറ്റർ സെക്ടം ഈസ് ഈക്വൽ ടു 4a. അതിൻ്റെ എൻ പോയിന്റ്സ് എന്തായിരിക്കും? a to a. ഇത് a അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നത് a to a. ദിസ് ഈസ് a minus 2a. a minus 2a. a 2a and a minus 2a. Okay? Then shifting of origin. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പരാബോള, നമ്മൾ പറഞ്ഞു there's parabolas open to right side, open to left side,
ഓപ്പൺ ടു അപ്പർ ഡയറക്ഷൻ, ഓപ്പൺ ടു ഡൗൺ ഡയറക്ഷൻ ഉണ്ട്. നമുക്ക് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യാം. ഓപ്പൺ ടു റൈറ്റ് സൈഡ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax, a greater than 0. ഓപ്പൺ ടു ലെഫ്റ്റ് സൈഡ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ax, a greater than 0. വെർട്ടെക്സ് 0, 0 Open to upper direction, x square is equal to 4ay. Open to downward direction, x square is equal to -4ay. Both എല്ലാ കേസുകളിലും a greater than 0 ആയിട്ട് എടുക്കുക. അതിൻ്റെ വെർട്ടെക്സ് എല്ലാം 0, 0 ആണ്. ഈ വെർട്ടെക്സ് 0, 0 എന്ന് പറഞ്ഞ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റിംഗ് ടു h, k. അത് h, kയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? This is x-axis. Small x, small y. Origin here. നമ്മൾ ഇതുവരെ പറഞ്ഞു ഒറിജിൻ 0 ആയിരുന്നു അല്ലേ? ഇനി നമ്മൾ പറയുകയാണ്, നമ്മൾ എന്താ പറയുന്നത്? ഇതിൻ്റെ നോക്കൂ, ഇവിടെ നമുക്ക് എടുക്കുന്ന ആക്സിസ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഈ ആക്സിസ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിട്ടാണ്? പാരലൽ ടു ദ കോർഡിനേറ്റ് ആക്സിസ്. പാരലൽ ടു ദ കോർഡിനേറ്റ് ആക്സിസ് അല്ലാതെ വരാം. അപ്പോഴാണ് സെക്കൻഡ് ഡിഗ്രി ജനറൽ ഇക്വേഷൻ വരുന്നത്. ഇവിടെയും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെ, പക്ഷേ ജനറൽ ഇക്വേഷൻ അല്ല. ഇവിടുത്തെ വരുന്നത് ഇതിൽ ദിസ് ഈസ് ക്യാപിറ്റൽ എക്സ് ആക്സിസ്, ക്യാപിറ്റൽ വൈ ആക്സിസ്. ഈ പരാബോള ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ കിടക്കുന്ന ഇങ്ങനെ കിടക്കുന്ന ഈ പരാബോള കണ്ടോ, അതിന് സ്ഥാനത്ത് ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇത് ഇങ്ങനെ വന്നു. ഒറിജിൻ ഷിഫ്റ്റ് ചെയ്താൽ ഇത് h, k ഒറിജിൻ ആണെന്ന് വിചാരിക്കും, അല്ലെ വെർട്ടെക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? y - k the whole square is equal to, സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ പഠിച്ചതാണ് ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. y - k the whole square is equal to 4a into x - h. നോക്കൂ, ഇവിടെയാണ് ഫോക്കസ് വരുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോക്കസ് എന്ന് പറയുന്നാൽ ഇത് h + a, k ആയിരിക്കും. അതിൻ്റെ ഡയറക്റ്റസ് നമുക്ക് എവിടെ വരുന്നത്? ഡയറക്റ്റസ് അതുപോലെ തന്നെ ഡയറക്റ്റസ് ഇങ്ങോട്ട് വരും അല്ലേ? ഈ ഡയറക്റ്റസ് ഈ പോയിന്റ് എന്തായിരിക്കും? ഡയറക്റ്റസ് ഈ പോയിന്റ് x - h = a ആണ്. x - h is equal to -a, അതായത് x - h + a = 0 ആണ് ഡയറക്റ്റസിൻ്റെ ഇക്വേഷൻ. ഇതുപോലെ എല്ലാം മാറും. ഓപ്പൺ ടു അപ്പർ ഡയറക്ഷൻ ആണെങ്കിൽ x - h the whole square is equal to 4a into y - k എന്ന് വരും. ശരിയല്ലേ? അത് ലെഫ്റ്റും റൈറ്റും അല്ല, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് വരും, ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ്. ഒറിജിൻ ഷിഫ്റ്റ് ചെയ്താൽ വെർട്ടെക്സ് h, k, ഫോക്കസ് h + a, k. ആക്സിസ് y = k ആണ്, y = k ആണ് ആക്സിസ്. ഡയറക്റ്റസ് x - h + a = 0 ആണ്. ഓക്കെ, ക്ലിയർ? ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തതും എക്സാമിനേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ദെൻ ഇവിടെ നമുക്ക് എല്ലാ റിസൾട്ടുകളും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിസ്കസ് ചെയ്ത റിസൾട്ടുകളെല്ലാം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. 1 by 1 ആയിട്ടൊന്ന് ശ്രദ്ധിക്കും. ഇക്വേഷൻ ഇൻ ദിസ് കേസ്, ഓപ്പൺ ടു റൈറ്റ് സൈഡ് y square equal to 4x, a greater than 0. Open to left side, y square is equal to -4x, where a should be less than 0, greater than 0. x square is equal to 4ay. എപ്പോഴാണ് x square is equal to 4ay വരുന്നത്? ഓപ്പൺ ടു അപ്പർ ഡയറക്ഷൻ, മുകളിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ എയും എല്ലാ ടൈമിലും ഞാൻ എ പോസിറ്റീവ് ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ, a greater than 0. x square is equal to -4ay, a should be greater than 0. ഓപ്പൺ ടു ഡൗൺ ഡയറക്ഷൻ, നെഗറ്റീവ് വന്നാൽ താഴേക്കാണ്. x square equal to പോസിറ്റീവ് ആണെങ്കിൽ അത് മുകളിലേക്കാണ്. ദെൻ അതിൻ്റെ എല്ലാത്തിൻ്റെ വെർട്ടെക്സ് 0, 0 വെർട്ടെക്സ് 0, 0 ദെൻ അത് അതിൻ്റെ ആക്സിസ് എക്സ് ആക്സിസ് y = 0, എക്സ് ആക്സിസ് y = 0. ഇത് രണ്ടിൻ്റെയും ആക്സിസ് എക്സ് ആക്സിസ് ആണ്, y = 0 ഇക്വേഷൻ. ഇത് രണ്ടും y ആക്സിസ് ആണ്, x = 0. ഓക്കെ, ദെൻ ഫോക്കസ് ഇതിൻ്റെ a, 0 ഇത് ഇവിടെയാണ് വരുന്നത്, ഇവിടെയാണ് ഫോക്കസ് a, 0. നെക്സ്റ്റ് കേസ് ഇതിൻ്റെ ഇവിടെ -a, 0, 0, a,
0, minus a. No. Focal distance from the point x1, y1. x1, y1 is the point on the parabola. Focus is a, 0. In the case of y square is equal to 4x, simply we can calculate x1 minus a the whole square plus y square and simplify ചെയ്യുമ്പോൾ modulus of x1 plus a y square equal to 4x. അടുത്ത modulus of x1 minus a x square is equal to 4a യുടെ modulus of y1 plus a x square is equal to minus 4a യുടെ modulus of y1 minus a, isn't it? The focal distance ആണ് പറയുന്നത്. ഡയറക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഡയറക്ടേഴ്സ് ഇക്വേഷൻ ഓഫ് ഡയറക്ടേഴ്സ് x plus a equal to 0, x minus a equal to 0 in the second case. Next is y plus a equal to 0, y minus a equal to 0. Then lattice sectum, length of the lattice sectum എല്ലാത്തിൻ്റെയും 4a ആണ്. 4a ആണ്. നമ്മൾ ഈക്വൽ ആണെന്ന് നോക്കാൻ നേരത്ത് നമ്മൾ നോക്കേണ്ടത് ലാറ്റസ് സെക്ടത്തിന് ലെന്ത് ഈക്വൽ ആണെന്ന് നോക്കണം. ദെൻ ഒറിജിൻ ഷിഫ്റ്റിംഗ് ടു ദി എച്ച് കോമ കെ, നമ്മുടെ വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്തു, ഒറിജിനിൽ നിന്ന് എച്ച് കോമ കെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദ വെർട്ടെക്സ് ഓഫ് ദ പാരാബോള ഷിഫ്റ്റഡ് ടു 0, 0 to എച്ച് കോമ കെ. അപ്പോൾ നമുക്ക് y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a ഇൻറ്റു എക്സ് മൈനസ് എച്ച്, y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4a ഇൻറ്റു x minus h. x minus h the whole square is equal to 4a into y minus k. x minus h the whole square is equal to minus 4a into y minus k. ഫോർമുലകൾ ഓർക്കുക, അത് എളുപ്പം നമുക്ക് ഓർത്തിരിക്കാം, വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം. നോക്കൂ, വെർട്ടെക്സ് അവിടെ എല്ലാത്തിൻ്റെയും എച്ച് കോമ കെയാ, എല്ലാത്തിൻ്റെ വെർട്ടെക്സ് എച്ച് കോമ കെയാ. ഇവിടെ ഫോക്കസ് വരുമ്പോൾ എച്ച് പ്ലസ് എ കോമ കെ, എച്ച് മൈനസ് എ കോമ കെ, എച്ച് കെ പ്ലസ് എ, എച്ച് കെ മൈനസ് എ. അതിൻ്റെ ആക്സിസുകളാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ആക്സിസുകൾ വെർട്ടെക്സ്, ഫോക്കസ് ആൻഡ് ആക്സിസ് y equal to k, y equal to k ഫസ്റ്റ് 2, സെക്കൻഡ് x equal to h, x equal to h. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ പാരാബോള വെർട്ടെക്സ് 0, 0 ഷിഫ്റ്റിംഗ് ടു ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുന്നു എച്ച് കോമ കെയിലേക്ക്, ബട്ട് ദ ആക്സിസ് ആർ പാരലൽ ടു കോർഡിനേറ്റ് ആക്സിസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആക്സിസ് എങ്ങനെയായിരിക്കണം? പാരലൽ ടു കോർഡിനേറ്റ് ആക്സിസ് ആയിരിക്കണം, കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഉള്ളതിൻ്റെ ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഫോർമുലകളൊന്ന് എഴുതി വയ്ക്കുക, അതൊന്ന് നോക്കി പഠിക്കുക. നിങ്ങൾ അറിയേണ്ടത് 3 ക്വസ്റ്റ്യൻ കോണിക് സെക്ഷനിൽ ഫോർമുലകൾ പഠിച്ചാൽ വളരെ ഈസിയായി ചെയ്യാം. ചാപ്റ്റർ ടഫ് അല്ല, ചാപ്റ്റർ എളുപ്പമാണ്. നമുക്ക് വളരെ ഈസിയായി ഈ പറയുന്ന റിസൾട്ടുകളൊന്ന് പഠിച്ചു വെക്കണമെന്ന് മാത്രം, പ്രോബ്ലംസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ദെൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. നമ്പർ 1, the area in square units of an equilateral triangle inscribed in a parabola y square is equal to 8x, which one of the vertices on the vertex of this parabola, one of the vertices on the vertex of this parabola, ഈ പരാബോളയുടെ വെർട്ടെക്സ് ആണ് ആ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ്. നമുക്കൊരു പിക്ചർ നമ്മളൊന്ന് ഇത് ചെയ്താൽ നമുക്കൊരു ചെറിയ പിക്ചർ വരയ്ക്കുന്നത് നല്ലതാണ്. This is x axis, y axis അല്ലേ? പരാബോള y square is equal to 8x, y square is equal to 8x, y square is equal to 4ax, open to right side, vertex 0, 0, axis x axis. അപ്പോൾ ഇത് ഇങ്ങനെ വരുമെന്ന് നമ്മൾക്കറിയണം. y square is equal to 4 into 2x ആണ്. ഓക്കെ, 8x ആണ്. ഇവിടെ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈക്വലാറ്റർ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ പാരാബോള. ഈക്വലാറ്റർ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തേണ്ടോ, അതിൻ്റെ ഒരു വെർട്ടെക്സ് ഇതാണെങ്കിൽ ഇങ്ങനെ അത് വരുള്ളൂ. ഇവിടെ
ഇതാണ് അതിൻ്റെ ഏരിയ വരേണ്ടത്. നോക്കൂ, സപ്പോസ് പല മെത്തേഡ് ചെയ്യാം. ഇതിൻ്റെ വെർട്ടെക്സ് ഈ പോയിൻറ്റിനെ നിങ്ങൾ ഈ പോയിൻറ്റിനെ ഡയറക്റ്റ് എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ പോയിൻറ്റിന് അതിൻ്റെ പാരാമെട്രിക് ഫോം കൊടുത്തിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡ് എല്ലാണെന്ന് ഇരിക്കട്ടെ. സപ്പോസ് ദ എല്ലാണ് ഇതിൻ്റെ സൈഡ്. അപ്പോൾ ഈ പോയിൻ്റ് ഇത് ഒറിജിനൽ ആണല്ലോ സർ. ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് ഈക്വലായിട്ട് ട്രയാങ്കിൾ ആകുമ്പോൾ ഇത് 30 ഡിഗ്രി ആയിരിക്കും, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ ഈ പോയിൻ്റ് എന്താ വരിക? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഈ ലെന്താണ് വെർട്ടെക്സ് അല്ലേ? അപ്പോൾ cos 30 is equal to cos 30 degrees equal to adjacent side, അതാണ് എക്സ്, ഡിവൈഡഡ് ബൈ ഹൈപ്പറ്റിനസ് എൽ അല്ലേ? അപ്പോൾ ഇവിടുത്തെ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? എൽ cos 30 അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആർ cos 30. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? cos 30 √3/2 എല്ലാണ്. മറ്റൊരെന്ത് വരുന്നു? എൽ sin 30 L/2 ആണ്. ആ പോയിന്റ് ആര് കിടക്കുന്ന? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x. വൈ ആരാ? L/2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ? ഈക്വൽ ടു വാട്ട്? ഈക്വൽ ടു √3 4a ഇൻറ്റു 4 ഇൻറ്റു 8x ആണ്. അപ്പോൾ 8 ഇൻറ്റു 8x 8 ഇൻറ്റു എക്സ് ആരാ? √3/2 എല്ലാണ്. കാരണം ഈ പോയിന്റിന് ഞാൻ എന്താ എഴുതിയേ? എന്തെഴുതി? ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എഴുതിയ ഈ ലെന്ത് അല്ലേ? എൽ cos 30 എൽ sin 30. ആ പോയിന്റ് ഇവിടെ കിടക്കണേ പരാബോള y സ്ക്വയർ ഈക്വൽ ടു 8x വൈയുടെ സ്ഥാനത്ത് L/2 എഴുതി, എക്സിൻ്റെ സ്ഥാനത്ത് എന്തെഴുതി? നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എല്ലാം കണ്ട് ക്യാൻസൽ ചെയ്ത് പോയി, ശരിയല്ലേ? എൽ ഈസ് ഈക്വൽ ടു ഇവിടെ വെട്ടിയിട്ട് 4 വരുന്നു, ഇവിടുത്തെ നമുക്ക് 4, ഇവിടുത്തെ വെട്ടിയിട്ട് 4 വരും. അപ്പോൾ 16 √3 എന്ന് വരും, ഇസ്ൻ്റ് ഇറ്റ്? ആരാ? എൽ 16 √3 ആണ്. ഇത് ഇതിൻ്റെ സൈഡാണ്, ഈ ഈക്വലാറ്റർ ട്രയാങ്കിളുടെ സൈഡാണ്. അതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഈക്വലാറ്റർ ട്രയാങ്കിളുടെ ഏരിയ ഈസ് ഈക്വൽ ടു √3/4 എ സ്ക്വയർ ആണ്. എയുടെ സ്ഥാനത്ത് ഞാൻ എല്ലാം എഴുതിയിരിക്കുന്നു ഇവിടെ, എൽ സ്ക്വയർ ആണ്. അപ്പോൾ എൽ സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √3/4 ഇൻറ്റു 256 ഇൻറ്റു 256 ഇൻറ്റു 3 16ൻ്റെ സ്ക്വയർ 256 ഇൻറ്റു 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 256 ഇവിടെ 6 4 ആയിട്ട് 6 64 ഇൻറ്റു 3 192 √3 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. തേർഡ് ഓപ്ഷനാണ്. 2020 ചോദിച്ചു. ഓക്കെ, ക്ലിയർ? Go to next question. Okay. Yes. Okay. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. The locus of midpoint of the line segment joining the focus of the parabola y square is equal to 4x. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ പകുതിയോളം പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ എന്താ പറയുക? ദ ലോക്കസ് ഓഫ് മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ ഫോക്കസ് ഓഫ് ദ പരാബോള y square is equal to 4x to a moving point on the parabola is another parabola whose directress is. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇതെവിടെ? ഒറിജിന, കേട്ടോ? ഇവിടെ ഒറിജിന, ശരിയല്ലേ? ഇവിടെ നമുക്ക് പരാബോള നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് പരാബോള. നോക്കൂ,
ഇത് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax. ഇവിടെയാണ് ഇതിൻ്റെ ഫോക്കസ് വരുന്നത്. എസ് A,0 നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദ ലോക്കസ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ ഫോക്കസ് ഓഫ് ദ പരാബോള y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x. അപ്പോൾ അതിൽ മൂവിങ് പോയിന്റ് ഓൺ ദ പരാബോള. അപ്പോൾ മൂവിങ് പോയിന്റ് ഓൺ ദ പരാബോള എന്ന് വെച്ചാൽ ഇതൊരു പോയിന്റ് ആണല്ലോ. ഇത് ഫോക്കസിൽ നിന്ന് വരയ്ക്കുന്ന സെഗ്മെൻ്റ് അല്ലേ ഇത്? അതിൻ്റെ മിഡിൽ വരുന്ന പോയിന്റ് ഇവിടെ ഏതാണ്? A/2, 0 അല്ലേ? അപ്പോൾ ആ പരാബോള ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെയാണ് പോവുക? A/2, 0 എന്ന് വെച്ചാൽ ഇതിൽ വരയ്ക്കുന്ന എല്ലാ കോഡുകളും ഉണ്ടല്ലോ. ഇത് ഇങ്ങനെ കോഡുകളല്ല, ഈ സെഗ്മെൻറ്റുകൾ, ഈ ഫോക്കസിൽ നിന്ന് വരയ്ക്കുന്ന സെഗ്മെൻറ്റ്. ഫോക്കസിൽ നിന്നും ഈ വെർട്ടെക്സിലേക്ക് വരച്ച സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റാണ് ഞാൻ A/2 എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ ഇതിങ്ങനെ വരുന്നു. ഇതാണ് ആ പരാബോള, ശരിയല്ലേ? ആ പരാബോളയുടെ വെർട്ടെക്സ് ആരാ? A/2, 0. അതിൻ്റെ ഫോക്കസ് എന്ത് തന്നെയാണ്? ഇതിൽ വരുന്നത്. ഇവിടുത്തെ ടേംസ് A/2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ടേംസിൽ ഇതിൽ ഈ ടേമുകൾ വെച്ചിട്ടാണ്. ഇവിടുന്ന് നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഈ ഡിസ്റ്റൻസ് A ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? A/2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഇക്വേഷൻ എഴുതാം. ആ ഡിസ്റ്റൻസ് A/2 ആണെങ്കിൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് A/2 ആണ്. ഇതെൻ്റെ ഫോക്കസാണ്. ഇവിടെ നിന്നുള്ള A/2, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റസിൽ A/2. അപ്പോൾ ഡയറക്റ്റസ് എത്രയാണ്? ഡയറക്റ്റസ് എന്ന് പറഞ്ഞ സാധനം, ഡയറക്റ്റസ് എന്തായിരിക്കും? x = 0 ആണ്. വളരെ ഈസി ആയിട്ട് എഴുതാം. ഇനി നിങ്ങൾക്കത് അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു പോയിൻ്റ് എടുക്കുക. ഇനി തിയററ്റിക്കൽ മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. നിങ്ങളൊരു പോയിൻ്റ് എടുക്കുക. യെസ്, നിങ്ങൾ ആ പോയിൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ പോയിൻ്റ് H,K എന്ന് കൊടുത്തോ. PH,K. സോറി, ആ പോയിൻറ്റിന് X,Y എന്നല്ലേ എഴുതല്ലേ? എക്സും വൈയും അല്ലേ അതിലെ പോയിൻ്റ്. ഇതിൽ നിങ്ങൾ X,Y എന്ന് എഴുതും. ഇവിടുത്തെ ഈ പോയിൻ്റ് Q, അത് H,K. ആ H,Kയുടെ ലോക്കസാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. H,Kയുടെ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് X ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടുന്നത് H ഈസ് ഈക്വൽ ടു വാട്ട്? H ഈസ് ഈക്വൽ ടു x + A/2 ആണ്. ഇസ്ൻ്റ് ഇറ്റ്? മിഡ് പോയിൻ്റ് ആണ്. ഈ സെഗ്മെൻറ്റ് എസ് പിയുടെ മിഡ് പോയിൻ്റ് ആണ് QH,K. ആ ക്യൂവിൻ്റെ ലോക്കസാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് x ഈസ് ഈക്വൽ ടു എന്ത് വരും? x ഈസ് ഈക്വൽ ടു 2h - A ആണ് ഇക്വേഷൻ നമ്പർ 1. ദെൻ k ഈസ് ഈക്വൽ ടു വാട്ട്? y + 0/2, y/2 ആണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്താണ്? 2k ആണ് സെക്കൻഡ് ഇക്വേഷൻ. ഇത് രണ്ടും ഏതിലാണ് കിടക്കണേ? y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞാൽ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4xലാണ് xy കിടക്കുന്നത്. y സ്ക്വയർ അപ്പോൾ 2k ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4ax. x ഈസ് ഈക്വൽ ടു ദിസ് ഈസ് 2h 4ax 2h മൈനസ് 2h മൈനസ് isn't it? അപ്പോൾ ഇവിടുത്തെ A എന്ന് പറയുന്ന ടേംസിൽ നമുക്ക് ഈ ടേംസിൽ നമുക്ക് കിടക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു ഇവിടെ 4k² ഈസ് ഈക്വൽ ടു 8a ഇൻറ്റു 2 എടുക്കുമ്പോൾ h - A/2 ഹിയർ. ഇവിടെ k² ഈസ് ഈക്വൽ ടു വാട്ട്? k² ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു h - A/2. അപ്പോൾ ലോക്കസ് ഓഫ് H,Kയുടെ ലോക്കസ് ആരാ? ഈ എച്ചിൻ്റെയും കെയുടെയും സ്ഥാനത്ത് എക്സും വൈയും കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് വരും? y സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു x - A/2. ഇതാണ് ആ പരാബോളയുടെ ഇക്വേഷൻ, ശരിയല്ലേ? വെർട്ടെക്സ് A/2, 0 അല്ലേ? A/2, 0 വെർട്ടെക്സ്. അതിൻ്റെ ലാറ്റർ സെക്ഷണൽ ലെന്ത് A/2 അല്ല, ഡിസ്റ്റൻസ് 4a 2a ആണ്. 2a സ്ഥാനത്ത് വരണേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡയറക്റ്റസ് എങ്ങനെ എഴുതണേ? ഡയറക്റ്റസ്. അപ്പോൾ ഇത് A/2 ആ, 4 × A/2 ആ. x ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടുത്തെ ടേംസിൽ x ഈസ് ഈക്വൽ ടു A/2 - A/2 0 എന്ന് വരും. x - A/2
equal to what? ഇവിടെ ഇതിൻ്റെ ഇത് 2a ആണ്. അത് 4 എഴുതിയാൽ എന്ത് വരും? 4 ഇൻറ്റു a ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് a ബൈ 2 ആണ്. ആ എയുടെ സ്ഥാനത്ത് a ബൈ 2 ആണ്. അപ്പോൾ മൈനസ് a ബൈ 2. then a by 2 minus a by 2 and a by 2 cancel. So that x is equal to 0. ഇതതിൻ്റെ ഡയറക്റ്റേഴ്സ്. കണ്ടോ? ഇതൊന്നുമില്ലാതെ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. സ്റ്റെപ്സുമായിട്ട് എഴുതാം. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, ആ ക്വസ്റ്റ്യനൊക്കെ പറയുന്നു. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള ഈസ് 2 minus 1 and the equation of the directress 4x minus 3y equal to 21, then the length of the lateral sector. ഒരു പിക്ചർ നിങ്ങളറിയുക, ഇത് കോർഡിനേറ്റേഴ്സ്, ഇതിൻ്റെ ഡയറക്റ്റേഴ്സ് ഇതൊക്കെ ആവുമ്പോൾ ഈ വരയ്ക്കുന്നത് ഇത് y ആക്സിസോ ഇത് x ആക്സിസോ അല്ല. ഞാൻ വെറുതെ 2 ലൈൻ വരച്ചതാണ്. അവിടുത്തെ പരാബോള ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെയല്ല പരാബോള, ഇതുപോലെ ഷേപ്പ്, ഇതുപോലെ ഇവിടെ ഇതേ പൊസിഷനല്ലായിരിക്കും പരാബോള കിടക്കുന്നത്. എന്തോ ആവട്ടെ, ഞാനിത് പരാബോള ഇത് ഇറ്റ്സ് നോട്ട് എക്സ് ആക്സിസ്, നോട്ട് വൈ ആക്സിസ്. ഇതിൻ്റെ പൊസിഷൻസ് ഒന്നും അങ്ങനെയല്ല. ഇതിൻ്റെ ഡയറക്റ്റേഴ്സ് ഇവിടെ നമുക്ക് വരുന്നു. ഇതിൻ്റെ ഡയറക്റ്റേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഡയറക്റ്റേഴ്സ്. ആ ഡയറക്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഡയറക്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു എന്താ? 4x മൈനസ് 3y ഈക്വൽ ടു 21. ക്ലിയർ? ഇനി ഇതിൻ്റെ വെർട്ടെക്സ് പറഞ്ഞിരിക്കുക. വാട്ട് ഈസ് വെർട്ടെക്സ്? ഡിസ്റ്റൻസും ഈക്വൽ ആണ്. യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അപ്പോൾ എ ആരാ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം 2 minus 1 ടു ദിസ് ലൈൻ. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡുലസ് ഓഫ് എ x1 പ്ലസ് ബി y1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? a into 4 into 2 minus 3 into minus 1 plus 3 minus 21 divided by root 16 plus 9. look here, ഇവിടെ എത്ര വരും? ഇത് 8 11, അപ്പോൾ 10 by 5 2 ആണ്. എ 2 ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ ലാറ്ററൽ സെക്ടമാണ്. LR ആണ്. LR ഈസ് ഈക്വൽ ടു എത്രയാ? 4a ആണ്. ദറ്റ് ഈസ് 4 into 2 ആണ്. 8 ആണ്. ആൻസർ ആരാ? സെക്കൻഡ് ഓപ്ഷൻ. ക്ലിയർ? നമ്മൾ അറിയേണ്ടത് ലാറ്ററൽ സെക്ടത്തിൻ്റെ ലെന്ത് 4a ആണ്. ആ ലെന്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെർട്ടെക്സ് മുതൽ ഫോക്കസ് വരെയുള്ള ലെന്ത് a ആണ്. അപ്പോഴാണ് ലാറ്ററൽ സെക്ടത്തിൻ്റെ ലെന്ത് 4a വരണേ. ആ ലെന്ത് തന്നെയായിരിക്കും വെർട്ടെക്സ് മുതൽ ഡയറക്റ്റേഴ്സ് വരെയുള്ള ലെന്ത്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോക്കൽ കോഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ശരിക്കും കോണിക് സെക്ഷൻ്റെ അകത്ത് ടാൻജൻസ് ആൻഡ് നോർമൽസ് സിലബസിൽ പറയുന്നില്ല. JEE മെയിൻ്റെ സിലബസിൽ, അഡ്വാൻസിൻ്റെ സിലബസിലേ പറയുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ 2024 ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻസ് പലതും ടാൻജൻസ് ആൻഡ് നോർമലിൽ നിന്ന് കിട്ടി. ഞാനത് 2024 ക്വസ്റ്റ്യൻസ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പരാബോളയുടെ ബേസിക് കൺസെപ്റ്റുകളെല്ലാം പറഞ്ഞു, സിലബസിലുള്ളത് പറഞ്ഞു. എങ്കിൽ പോലും ടാൻജൻസും നോർമലും ഫോക്കൽ കോഡും ഈ വക കാര്യങ്ങളൊക്കെ അറിയണം. ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ നമുക്ക് കോഡ് ജോയിനിങ് T1 ആൻഡ് T2 പാരാമെട്രിക് ഫോം അനുസരിച്ച്, ഇപ്പോൾ പാരാമെട്രിക് ഫോം ഓഫ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x. ഇതിൻ്റെ പാരാമെട്രിക് ഫോം ഏതാണെന്ന് ചോദിച്ചാൽ x ഈസ് ഈക്വൽ ടു at സ്ക്വയർ, y ഈസ് ഈക്വൽ ടു 2at ആണ്. t ഈസ് എ പാരാമീറ്റർ ആണ്. അപ്പോൾ ഇതിനെന്താ പാരാമെട്രിക് ഫോം എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാലോ, നിങ്ങൾ നോക്കൂ, ഈ 4xൻ്റെ സ്ഥലത്ത് കൊടുത്തേ 4a സ്ക്വയർ t സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ എടുത്തേ 4a സ്ക്വയർ t സ്ക്വയർ, രണ്ടും ഈക്വൽ അല്ലേ? y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x അല്ലേ? ഇതൊരു പാരാമെട്രിക് ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ ഫോക്കൽ കോഡ് 2 പോയിൻ്റ് ഫോമാണ്. at1 സ്ക്വയർ 2at1, at2 സ്ക്വയർ 2at2 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ കോഡിൻ്റെ ഇക്വേഷൻ ഓഫ് കോഡ് ആരാണ് ഇക്വേഷൻ ഓഫ് കോഡ്? T1 പ്ലസ് T2 ഇൻറ്റു y
ഈക്വൽ ടു 2x പ്ലസ് 2a t1 t2 ആണ്. ഇതാണ് കോഡിൻ്റെ ഇക്വേഷൻ. എങ്ങനെ കിട്ടുന്നത്? 2 ഫോം അനുസരിച്ചാണ്. എ t1 സ്ക്വയർ 2a t1ഉം എ t2 സ്ക്വയർ 2a t2ഉം തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കപ്പെടുന്ന ലൈൻ്റെ ഇക്വേഷൻ y മൈനസ് y1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1 വെച്ച് ചെയ്താൽ മതി. ഇത് കിട്ടി. ഇതെങ്ങനെ ടാൻജൻ്റ് ആവുന്നത്? t1 ഈക്വൽ ടു t2 അല്ലേ? ഇതിന് ഫോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ ഈ കോഡ് ദിസ് എ കോഡാണ്. ഫോക്കൽ കോഡ്. ഫോക്കൽ കോഡ് മീൻസ് ഫോക്കൽ കോഡ് എന്ന് വെച്ചാൽ ഇത് ഏതിൽ കൂടി കടന്നു പോകുന്നു? പാസസ് ത്രൂ ഫോക്കസ്. പാസസ് ത്രൂ ഫോക്കസ്. പാസസ് ത്രൂ ഫോക്കസ്. ഫോക്കസിലേക്ക് കിടക്കുക. ആരാ ഫോക്കസ്? a,0 അല്ലേ? y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4xൻ്റെ. അപ്പോൾ ഇത് 0 വന്നില്ലേ? 0 ഈസ് ഈക്വൽ ടു 2a പ്ലസ് 2a t1 t2. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടി t1 t2 ഈസ് ഈക്വൽ ടു ആരെന്ന് കിട്ടി? t1 t2 ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. t1 t2 ഈസ് ഈക്വൽ ടു -1 ആണ് ഫോക്കൽ കോഡിൻ്റെ കണ്ടീഷൻ. ഇനി ലെന്ത് ഓഫ് ദ ഫോക്കൽ കോഡ്. ലെന്ത് ഓഫ് ദ ഫോക്കൽ കോഡും ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാൻ പോരെ. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ a ഇൻറ്റു t1 മൈനസ് t2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇതാണ് ലെന്ത് ഓഫ് ദ ഫോക്കൽ കോഡ്. ലെന്ത് ഓഫ് ഫോക്കൽ കോഡാണ് ഫോക്കൽ കോഡ്. ലെന്ത് ഓഫ് ഫോക്കൽ കോഡ്. ഈ ലെന്ത് ഓഫ് ഫോക്കൽ കോഡിൽ നമ്മൾ ഇതിനെ നമുക്ക് t1 ഈക്വൽ ടു t2 ഈ കണ്ടീഷൻ നമുക്ക് കൊടുത്താൽ നമുക്ക് എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു ടിയുടെ ടേമിൽ ലെന്ത് ഓഫ് ദ ഫോക്കൽ കോഡ് ഇൻ ടേംസ് ഓഫ് ടി. ലെന്ത് ഓഫ് ദ ഫോക്കൽ കോഡ് t2ന് t1 കൊടുത്തു. നിങ്ങൾ എന്ത് t1 കൊടുക്കണം? -1/t1 കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക? a ഇൻറ്റു ആ t1ൻ്റെ സ്ഥാനത്ത് t എഴുതുക. t പ്ലസ് 1/t ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ടിയിൽ എഴുതിയാൽ ഇത് a ഇൻറ്റു ഇതേ സാധനം തന്നെ നിങ്ങൾ നോക്കൂ. ഈ ഫോക്കൽ കോഡിൽ ഒത്തിരി കണ്ടീഷൻസുകളുണ്ട്. ഇതാണ് ഫോക്കസ്. ഇത് എസ്, ഇത് പി, ഇത് ക്യൂ. ഈ ആംഗിൾ ആൽഫയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം ഈ പോയിന്റ് എ t1 സ്ക്വയർ 2a t1 എന്ന് എടുത്തു. ഇത് എ t2 സ്ക്വയർ 2a t2 എന്ന് എടുത്തു. അപ്പോൾ അന്നേരമാണ് ഈ ലെന്തുകൾ കിട്ടുന്നത്. ആ ലെന്തിൻ്റെ ഒരു ടേംസ് എടുത്തു. ഇത് കോസ് ആൽഫയാണ്. ഈ ആംഗിൾ ആൽഫയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് വെച്ചിട്ട് നമുക്ക് എഴുതുമ്പോൾ ലെന്ത് ഓഫ് ദ ഫോക്കൽ കോഡ് ഫോർമുല ലെന്ത് ഓഫ് ദ ഫോക്കൽ കോഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു കോസി സ്ക്വയർ ആൽഫ. ആൽഫ ഇസ് ആൻ ആംഗിൾ മെഷർഡ് ഫ്രം പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഓർ ആക്സിസ് ഓഫ് പരാബോള ടു ദ കോഡാണ്. ആക്സിസ് ഓഫ് പരാബോള ടു ദ കോഡാണ്. ഇത് 4a കൊസി സ്ക്വയർ ആൽഫയാണ് ഫോക്കൽ കോഡിൻ്റെ ലെന്ത്. അപ്പോൾ നമ്മൾ ലെന്ത് ഓഫ് ദ ഫോക്കൽ കോഡ് കണ്ടീഷൻ ഫോർ ദ ഫോക്കൽ കോഡ് t1 t2 ഈക്വൽ ടു -1. ലെന്ത് ഓഫ് a ഇൻറ്റു t1 മൈനസ് t2 ദ ഹോൾ സ്ക്വയർ ആണ്. അതിനെ നമുക്ക് ഒറ്റ സിംഗിൾ ടൈമിലേക്ക് എഴുതുക t പ്ലസ് 1/t ദ ഹോൾ സ്ക്വയർ ആണ്. ദറ്റ് ഈസ് സെയിം ആസ് ആംഗിൾ ആൽഫയാണെങ്കിൽ 4a ഇൻറ്റു കൊസി സ്ക്വയർ ആൽഫയാണ്. ഇതിൻ്റെ ടാൻജൻസ് നോർമൽ നിങ്ങൾക്കറിയാം. അതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനെയും ടാൻജൻ്റ് അറ്റ് x1 y1 3 മെത്തേഡിൽ ടാൻജൻറ്റുകൾ പറയാം. ടാൻജൻ്റ് അറ്റ് x1 y1, ടാൻജൻറ്റ് ഇൻ ദ പാരാമെട്രിക് ഫോം, ടാൻജൻറ്റ് അറ്റ് എനി പോയിൻറ്റ്. ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻസ് ടാൻജൻറ്റ് നോർമലിൻ്റെ ഇക്വേഷൻസാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ടാൻജൻറ്റ് നോർമൽ നമ്മൾ പറയുമ്പോൾ standard equations, equation y square equal to 4x, y square equal to minus 4x, x square is equal to 4ay, x square is equal to minus 4ay. എല്ലാത്തിനും അതിൽ ടാൻജൻ്റ് അറ്റ് x1 y1 പറയുമ്പോൾ x1 y1 എന്ന് പറഞ്ഞ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻ്റ് അറിയാൻ വേണ്ടി നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. എക്സ് സ്ക്വയർ മാറ്റി x1, y സ്ക്വയർ മാറ്റി y1, x മാറ്റി x പ്ലസ് x1 ബൈ 2, y മാറ്റി y പ്ലസ് y1 ബൈ 2 കൊടുത്തു.
അന്നേരം ഫോർമുല y1 ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു എക്സ് പ്ലസ് x1. അത് y1 മൈനസ് 2a ഇൻറ്റു എക്സ് പ്ലസ് x1 ഈക്വൽ ടു 0 ആണ്. T1 ഈക്വൽ ടു 0 എന്ന് ജനറലായിട്ട് എഴുതും. അടുത്തത് y1 ഈസ് ഈക്വൽ ടു മൈനസ് 2a ഇൻറ്റു എക്സ് പ്ലസ് x1. അടുത്തത് x1 ഈക്വൽ ടു 2a ഇൻറ്റു y പ്ലസ് y1. x1 ഈസ് ഈക്വൽ ടു മൈനസ് 2a ഇൻറ്റു y പ്ലസ് y1. ഇതിനെ നിങ്ങൾ എഴുതുന്ന കോഡ് ഓഫ് കോണ്ടാക്ട്. വാട്ട് ഈസ് കോഡ് ഓഫ് കോണ്ടാക്ട്? The equation of a chord. This is the equation of a chord expressing the point of intersection of tangent drawn from the endpoints of a chord. കോഡിൻ്റെ എൻഡ് പോയിന്റ്സ് നിന്ന് വരയ്ക്കപ്പെടുന്ന ടാൻജൻറ്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ x1 y1 ആണെങ്കിൽ, മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ x1 y1 ആണെങ്കിൽ നോക്കൂ, ഇതാണ് ഇവിടെ ഇങ്ങനെ കോഡ് വരച്ചു, അല്ല പരാബോള വരച്ചു. ആ പരാബോളയുടെ ടാൻജൻറ്റുകൾ, ആ ടാൻജൻറ്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് x1 y1. ഈ x1 y1 വെച്ചിട്ട് ഈ കോഡാണ്, ഇതാണ് കോഡ്. ഈ x1 y1 വെച്ചിട്ട് ഈ കോഡിൻ്റെ ഇക്വേഷനാണ്, ഈ കോഡിൻ്റെ ഇക്വേഷൻ. ആ കോഡിൻ്റെ എൻഡ് പോയിന്റ്സിൽ നിന്ന് വരയ്ക്കപ്പെടുന്ന ടാൻജൻറ്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് x1 y1 ആണെങ്കിൽ ആ കോഡിൻ്റെ ഇക്വേഷനും നമ്മൾ പറയുന്ന ആദ്യത്തെ ടാൻജൻറ്റ് ഇക്വേഷനും സെയിം ആണ്. സിറ്റുവേഷൻ മാത്രമേ വ്യത്യാസം. T1 ഈക്വൽ ടു 0, T1 ഈക്വൽ ടു 0 എല്ലാത്തിലും അതായത്. അത് നോർമൽ ഇക്വേഷൻ കേട്ടോ. y മൈനസ് y1 ഈക്വൽ ടു y ഓരോന്നിൻ്റെയും നോർമൽ ഇക്വേഷൻസ് ആണ്. അല്ലെങ്കിൽ ടാൻജൻറ്റ് ഇക്വേഷൻ കണ്ട് പെർപെൻഡിക്കുലർ ഇക്വേഷൻ എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ പറഞ്ഞത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് a/m² 2a/m. അടുത്തത് മൈനസ് a/m² മൈനസ് 2a/m. ഇത് 2am am². നിങ്ങളിത് ചെയ്യണ്ടല്ലോ, ഇതിൻ്റെ സ്ഥാനത്ത് ഈ എക്സിൻ്റെ സ്ഥലത്ത് 2am കൊടുത്തു നോക്കി, 2am². അപ്പോൾ ഇത് am². അപ്പോൾ ഇത് am² വരും കണ്ടോ. മൈനസ് 2am മൈനസ് am². ഇനി നോർമൽ ആകുന്നു ഈ y ഈക്വൽ ടു, നോർമൽ എന്ന് വെച്ചാൽ ഈ വരച്ച സ്ലോപ്പ് m ആയ ടാൻജൻറ്റിൻ്റെ നോർമൽ അല്ല. നമ്മളിവിടെ പറയുന്ന നോർമലിൻ്റെ സ്ലോപ്പ് m ആണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇക്വേഷൻ എഴുതിയേക്കണേ. നോക്കൂ, y ഈക്വൽ ടു mx പ്ലസ് c ബിക്കം നോർമൽ. ദെൻ y ഈക്വൽ ടു mx മൈനസ് 2am മൈനസ് am ക്യൂബാണ്. അതാണ് ഒരു പോയിന്റിൽ നിന്ന് മാക്സിമം 3 നോർമൽസ് വരാം. കാരണം ഇതൊരു പോയിന്റിൽ കൂടെ കടന്നു പോയാൽ m ക്യൂബ് വരും. m എത്ര എണ്ണം വരാം? 3 റിയൽ എംസുകൾ വരാം. അപ്പോൾ 3 നോർമൽസ് വരയ്ക്കാൻ പറ്റും. നോക്കൂ, ഇതിൻ്റെ കണ്ടീഷൻ മൈനസ് 2am മൈനസ് am² ആണ്. അടുത്ത y ഈക്വൽ ടു mx പ്ലസ് 2am പ്ലസ് am ക്യൂബാണ്. അടുത്ത x ഈക്വൽ ടു y/m മൈനസ് 2a/m മൈനസ് a/m ക്യൂബാണ്. മറ്റേത് x ഈക്വൽ ടു y/m പ്ലസ് 2a/m പ്ലസ് am ക്യൂബാണ്. അതിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് am² മൈനസ് 2am, am² മൈനസ് 2am. നിങ്ങൾ നോക്കൂ, ഇവിടെ am² കൊടുത്ത് നോക്കി, am² കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ am ക്യൂബ് വരും. ഈ പ്ലസ് am ക്യൂബ് ഇതും പോട്ടി. അപ്പം y എന്താ? മൈനസ് 2am ആണ്. ഈ പോയിന്റ് അങ്ങ് കൊടുത്തു നോക്കിയാൽ മതി. മൈനസ് am² 2am ആണ്. a/m² 2a മൈനസ് 2a/m ആണ്. അടുത്തത് മതി. ഇനി പാരാമെട്രിക് ഫോമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറഞ്ഞേക്കണം പാരാമെട്രിക് ഫോമാണ്. പാരാമെട്രിക് ഫോം നമ്മളൊന്ന് പറഞ്ഞതാണ്. y²ൻ്റെ x ഈക്വൽ ടു at², y ഈക്വൽ ടു 280 ആണ്. അടുത്ത y² ഈക്വൽ ടു മൈനസ് 4xൻ്റെ x ഈക്വൽ ടു മൈനസ് at², y ഈക്വൽ ടു 280 ആണ്. അടുത്ത x ഈക്വൽ ടു 280, y ഈക്വൽ ടു at² ആണ്. അടുത്ത x ഈക്വൽ ടു 280, y ഈക്വൽ ടു മൈനസ് at² ആണ്. ടാൻജൻ്റ് അറ്റ് x1 y1 നമ്മൾ ആദ്യം പറഞ്ഞില്ലേ കോഡില്ലേ, ആ കോഡിൽ T1 ഈക്വൽ ടു T2 ഈക്വൽ ടു T ആയാൽ ആ കോഡാരായി ടാൻജൻ്റായി. അപ്പോൾ ഇത് yt ഈക്വൽ ടു x പ്ലസ് at², yt ഈക്വൽ ടു മൈനസ് x പ്ലസ് at², x t ഈക്വൽ ടു y പ്ലസ് at², x t ഈക്വൽ ടു മൈനസ് y പ്ലസ് at². അതിൻ്റെ നോർമലാണ്. ആ നോർമൽ എന്താ? എക്സ് ടി എ പ്ലസ് വൈ ഈക്വൽ ടു 280 പ്ലസ് എ ടി ക്യൂബ, വൈ മൈനസ് എക്സ് ടി എ ഈക്വൽ ടു 280 പ്ലസ് എ ടി ക്യൂബ, y t a plus x is equal to 280 plus a t cuba, x minus y t a is equal to 280 plus a t cuba. Director circle. What is the director circle? The locus of point of intersection. Locus of point of intersection of perpendicular tangents. നമ്മൾ വരച്ച ടാൻജൻറ്റുകൾ മീറ്റ് ചെയ്യുന്ന ആംഗിൾ എന്താണെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ, 90 ഡിഗ്രി ആണെങ്കിൽ ആ 90 ഡിഗ്രിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റില്ലേ, ആ ടാൻജൻ്റില്ലേ, ആ പോയിൻ്റ് എവിടെ കിടക്കുള്ളൂ? അതിൻ്റെ ഡയറക്ടസിലേ കിടക്കുള്ളൂ, അതിൻ്റെ ഡയറക്ടസിലേ കിടക്കുള്ളൂ. കണ്ടോ, ഇതൊക്കെ ഡയറക്ടറാണ്. ഡയറക്ടർ സർക്കിളിലും എലിപ്സിലും ഹൈപ്പർബോളയിലും എന്താണ്? സർക്കിളാണ്. പക്ഷേ പരാബോളയിൽ അത് സർക്കിളല്ല, അത് സ്ട്രെയിറ്റ് ലൈനാണ്. അതെന്താണ്? അതിൻ്റെ ഡയറക്ടസാണ്. ആദ്യത്തെ y² ഈക്വൽ ടു 4xൻ്റെ x പ്ലസ് a ഈക്വൽ ടു 0 ആണ്. y² ഈക്വൽ ടു മൈനസ് 4xൻ്റെ എന്ത് വരുന്നു? x മൈനസ് a ഈക്വൽ ടു 0 ആണ്. y പ്ലസ് a ഈക്വൽ ടു 0 ആണ്. x² ഈക്വൽ ടു 4ay. മറ്റത് y മൈനസ് a ഈക്വൽ ടു 0 ആണ്. ഡയറക്ടർ സർക്കിൾ ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ടാൻജൻ്റ് ആണ്.
മനസ്സിലായോ? ദെൻ ഇനി ഇതിനെ ബേസ് ചെയ്യുന്ന പ്രോബ്ലംസാണ് നിങ്ങൾ അറിയേണ്ടത്. മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ. ദ പോയിന്റ്സ് ഇൻസൈഡ് ദ പാരാബോള ചോദിച്ചാൽ നിങ്ങൾ ആ പോയിന്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഇക്വേഷനെ യെസ് എന്ന് എടുത്താൽ S1 ഈക്വൽ ടു 0 ദ പോയിന്റ് ഓൺ ദ പാരാബോള, S1 ലെസ് ദാൻ 0 പോയിന്റ് ഇൻസൈഡ് ദ പാരാബോള, S1 ഗ്രേറ്റർ ദാൻ 0 പോയിന്റ് ഔട്ട്സൈഡ് ദ പാരാബോള. ഒരു പരാബോളയുടെ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ കൂടി അതിന് വരയ്ക്കുന്ന ടാൻജൻറ്റുകളൊന്നും പാസ് ചെയ്യില്ല. ഇൻസൈഡ് പരാബോളയുടെ ഇൻസൈഡ് നിങ്ങൾക്കറിയാം. ഈ പരാബോളയുടെ ഇൻസൈഡ് എന്ന് പറയുന്നത് ഇതാണ് ഇൻസൈഡ് കേട്ടോ, പുറമേ ഉള്ളത് ഔട്ട്സൈഡാണ്. അത് S1 ലെസ് ദാൻ 0 ഇൻസൈഡ്, S1 ഗ്രേറ്റർ ദാൻ 0 ഔട്ട്സൈഡാണ്, ഈക്വൽ ടു 0 ആണ്. ആ ഏത് പോയിൻ്റാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആ പോയിൻ്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കൊടുക്കണം. എലിപ്സിലും ഇതുപോലെ തന്നെയാണ്, ആ പോയിന്റ് കൊടുത്താൽ. പക്ഷേ ഹൈപ്പർബോളയിൽ ഒരു വ്യത്യാസമുണ്ട്. പോയിന്റ് അതിൽ കൊടുക്കുമ്പോൾ S1 ഈക്വൽ ടു 0 ഓൺ ദ ഹൈപ്പർബോളയാണ്, S1 ലെസ് ദാൻ 0 ഔട്ട്സൈഡാണ്, S1 ലെസ് ദാൻ 0 ഔട്ട്സൈഡാണ്, S1 ഗ്രേറ്റർ ദാൻ 0 ഇൻസൈഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരും കേട്ടോ, ഓർത്തോളൂ. യെസ്. ദെൻ ഇനി ഈ ഫോക്കൽ കോഡിനെ കുറിച്ചൊക്കെ ഒത്തിരി ഇതുണ്ട് കേട്ടോ. ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് ഓഫ് ഫോക്കൽ കോഡ്സുകൾ അത് സെമി ലാറ്റസ് സെക്ടം ഈസ് ഈക്വൽ ടു ഹാർമോണിക് മീൻ ഓഫ് സെഗ്മെൻറ്റ്സ് ഓഫ് ഫോക്കൽ കോഡാണ്. സെമി ലാറ്റസ് സെക്ടം 2A ഈക്വൽ ടു 2SP ഇൻറ്റു SQ ഡിവൈഡഡ് ബൈ SP പ്ലസ് SQ ആണ്. സെമി ലാറ്റസ് സെക്ടം ഈസ് ഹാർമോണിക് മീൻ ഓഫ് സെഗ്മെൻറ്റ്സ് ഓഫ് ഫോക്കൽ കോഡ്സ് ആണ് കേട്ടോ. സെഗ്മെൻറ്റ്സ് ഓഫ് ഫോക്കൽസ് ആണ്. എന്താണ്? ഓക്കെ, ഗുഡ് ഈവനിങ്. യെസ് വെരി യൂസ്ഫുൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. നമ്മൾ പറഞ്ഞത് ഇതും പറഞ്ഞതാണല്ലോ. ഫോർമുല പഠിക്കണം, അത് നോക്കണം, അത് എഴുതി വെക്കണം. 1 by 1 എഴുതി വെച്ച് നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചാൽ കിട്ടും. പ്രോബ്ലംസ് അതുപോലെയുള്ള പ്രോബ്ലംസാണ്. അതുകൊണ്ടല്ലോ ഈ ക്വസ്റ്റ്യനൊക്കെ 2024 ചോദിച്ച അതേ ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ സപ്പോസ് AB ഈസ് എ ഫോക്കൽ കോഡാണ്. ഇവിടെ നമുക്ക് പറഞ്ഞാൽ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3x ആണ്. ഫോക്കൽ കോഡ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇതാണ് ഫോക്കൽ കോഡ് കേട്ടോ. ദെൻ ഫോക്കൽ കോഡ് AB എന്ന് പറഞ്ഞാൽ ഫോക്കൽ കോഡ് ഫോക്കസിലൂടെ പോകുന്നു. ഫോക്കസ് ഏതാണ്? 3,0 ഫോക്കസ്. എൻ്റെ സ്ലോപ്പ് √3 ആണ്, ലെസ് ദാൻ √3 ആണ്, അതിനേക്കാൾ താഴെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് AB ഫ്രം ദ ഒറിജിൻ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഈ ഡിസ്റ്റൻസ് പറയുന്നത് ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മീൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? D ആണ്. ഇത് 3 ആണല്ലോ. ഈ ആംഗിൾ ആൽഫയാണെങ്കിൽ ഈ ആംഗിളും ആൽഫയാണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ക്ലിയർ? L അതിൻ്റെ ലെന്താണ്. എന്താണ്? ദ ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് AB ഫ്രം ദ ഒറിജിൻ D, ദെൻ LD സ്ക്വയർ ഓഫ് ദ ലെന്ത് L എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോക്കൽ ലെന്ത് L എന്ന് പറഞ്ഞാൽ L ഈസ് ഈക്വൽ ടു വാട്ട്? 4A കൊസി സ്ക്വയർ ആൽഫയാണ്. ദറ്റ് ഈസ് A ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് L ഈസ് ഈക്വൽ ടു 4A. L ഈസ് ഈക്വൽ ടു വാട്ട്? L ഈസ് ഈക്വൽ ടു 12 കൊസി സ്ക്വയർ ആൽഫയാണ്. അപ്പോൾ 1/sin സ്ക്വയർ ആവുമ്പോൾ സൈൻ സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു വാട്ട്? സൈൻ സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു 12/L ആണ്. സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടൻസ് ആണ്. D/3 ആണ്. D/3 ഈസ് ഈക്വൽ ടു 12/D സ്ക്വയർ ബൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 12/L ആണ്. Then LD square is equal to what? LD square is equal to 9 into 12 ആണ്. Is equal to 108 ആണ്. ഓക്കെ, 108 ആണ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ 108 എന്നാണ്. LD². ആ ഡയറക്റ്റ് ഫോർമുലകളല്ലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, ഒന്നുമില്ല. ഇതുപോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനാണ്. ലെറ്റ് P alpha beta be the point on the parabola y² is equal to 4x. ആൽഫ ബീറ്റ പോയിന്റ് ആണെങ്കിൽ നമുക്ക് എഴുതാവുന്ന ഒരു കാര്യം എന്താണ്? β² ഈക്വൽ ടു 4 ആൽഫയാണ് ഫസ്റ്റ് ഇക്വേഷൻ. കാരണം ആൽഫ ബീറ്റ ആ പരാബോള കിടക്കുന്ന പോയിന്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? Then if P also lie on the chord of parabola x² is equal to 8y whose midpoint is 1,5. അപ്പോൾ ഒരു കോഡിൻ്റെ മിഡ് പോയിന്റ് തന്നാൽ കോഡിൻ്റെ ഇക്വേഷൻ ദ മിഡ് പോയിന്റ് ദ ഇക്വേഷൻ ഓഫ് കോഡ് ഹുസ് മിഡ് പോയിന്റ് ഈസ് x1 y1 ആണെങ്കിൽ t1 ഈസ് ഈക്വൽ ടു s1 ആണ്. കേട്ടോ, ടാൻജൻറ്റ് നോർമൽ വെച്ച് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനാണ്. അതുപോലത്തെ തന്നെ പകുതിയോളം ക്വസ്റ്റ്യൻ ടാൻജൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ T1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം y1 y1 അല്ലാട്ടോ x² is equal to 8y ആണ്. x1 ഇവിടെ x1 1 ആണ്. 1 × x1 -8. അപ്പോൾ 8 -8 ഇൻറ്റു, അപ്പോൾ അതിൻ്റെ ടേംസ് y2 വരണം. അപ്പോൾ 4 ഇൻറ്റു എന്ന് മതി. y2 ആകുമ്പോൾ 4 ഇൻറ്റു y പ്ലസ് y1 ആരാ 5/4 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ആ 2 ആണ് വെട്ടി കളഞ്ഞിട്ട് ഇവിടെ 4 എഴുതിയത്. ഈക്വൽ ടു s1², അതായത് സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് കൊടുക്കണം. 1ൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 1 1² 1 മൈനസ് 8y 8 × 5/4 അത് 10. 8 × 5/4 10. അപ്പോൾ ഇവിടെ x മൈനസ് 4y ഇവിടെ -5 9. അപ്പോൾ +4 ഈസ് ഈക്വൽ ടു 0 ആണ്. ദെൻ ആൽഫ ബീറ്റ ഇതിൽ കിടക്കുന്നുണ്ട്. ആൽഫ -4 ബീറ്റ +4 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇത് സെക്കൻഡ് ഇക്വേഷനാണ്. ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ 4 ബീറ്റ -4 ആണ് അല്ലേ? 4 ആൽഫ ഈസ് ഈക്വൽ ടു 4 ബീറ്റ -16 ബീറ്റ -16 ആണ്. ഇസ്ന്റ് ഇറ്റ്? ആ 4 ബീറ്റയുടെ ഒരു സെക്കൻഡ് ഇക്വേഷൻ കൊടുത്തോളൂ. ആ 4 ബീറ്റയുടെ 4 ആൽഫയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒന്ന് നോക്കാം β². ദറ്റ് ഈസ് β² സപ്ലൈ ചെയ്താൽ β² -16 ബീറ്റ +16 ഈക്വൽ ടു 0 ആണ്. ബീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? എന്താണ് ബീറ്റ കിട്ടുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതിൽ ഫാക്ടറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബീറ്റ ഈസ് ഈക്വൽ ടു +16 - b ± √b² 256 -4ac -64 divided by 2a 2 ആണ്. So that is equal to 16 ± 1√192 divided by 2 ആണ്. √192 divided by 2 ആണ്. So what? That is equal to 8 × 16 ± ഇത് 64 × 3 എന്ന് എഴുതാം. 64 × 3 192 ആണ്. 64ൻ്റെ സ്ക്വയർ റൂട്ട് 8 ആണ്. അപ്പോൾ 8 × √3 ആണ് ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ± 4√3 ആണ്. ഇതാണ് ബീറ്റ. അത് ബീറ്റ എങ്കിൽ ആൽഫയോ? ആൽഫ ഈസ് ഈക്വൽ ടു 4 ബീറ്റ -4 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 32 ± 16√3 -4 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 28 ± 16√3 ആണ്. കാൽക്കുലേഷൻ ഉണ്ട്. ഇനി ആൽഫയും ബീറ്റയും നമുക്ക് കിട്ടിയാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാല്യൂസ് ഇതാണ്. വാട്ട്സ് ഇറ്റ്? ആൽഫ -28 ഇൻറ്റു ബീറ്റ -8 ഈക്വൽ ടു ആൽഫ -28 എന്ന് വെച്ചാൽ ±16 ±16√3 ആണ്.
ഇൻറ്റു അടുത്തതിൻ്റെ വരുന്നത് നമുക്ക് എന്ത് വരും 8 ചെയ്യുമ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു 8 പ്ലസ് ഓർ മൈനസ് കണ്ടോ പ്ലസ് ഓർ മൈനസ് വാല്യൂസിൽ 4√3 ആണ് അതിന് പ്ലസ് ഓരോന്ന് ടേമായിട്ട് എടുത്താൽ മതി ദാറ്റ് ഈസ് ഈക്വൽ ടു 64 ഇൻറ്റു 3 ആണ് 18 192 ആണ് ആൻസർ ഈസ് 192 ഓക്കെ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് let a line perpendicular to 2x minus y equal to 0 touch the parabola y square is equal to 4 into x minus 9. At the point P, the distance of the point P from the center of the circle x square plus y square minus 14x minus 8y plus 56 equal to 0. Distance എന്ന് വെച്ചാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ആണ് അപ്പോൾ ഒരു പരാബോള പല മെത്തേഡിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ പല മെത്തേഡ് ചെയ്യാം ഒന്ന് ആപ്ലിക്കേഷൻ ഓൺ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്ത് ചെയ്യാം അതല്ലെങ്കിൽ ഡയറക്റ്റ് എടുത്തിട്ട് ചെയ്യാം ചില ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ആയിരിക്കും എളുപ്പം ചിലത് തിരിച്ചുള്ള മെത്തേഡായിരിക്കും എളുപ്പം ഇതിപ്പോൾ രണ്ട് മെത്തേഡിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇവിടെ ഡെറിവേറ്റീവ് എഴുതുന്നതിനേക്കാൾ നിങ്ങൾ കണ്ടോ y square is equal to 4 into x minus 9 ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ ചോദിച്ചോട്ടെ ഈ ലൈൻ ഇതിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്തായിരിക്കും സ്ലോപ്പ് ഓഫ് ടാൻജന്റ് പറയൂ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്തായിരിക്കും ഇതിൻ്റെ സ്ലോപ്പ് 2 ആണ് അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ -1/2 ആണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് m ആണ് ദിസ് ഈസ് m ആണ് ഇത് m ആണ് അത് m ആണെങ്കിൽ അതിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡയറക്റ്റ് എഴുതാം നമ്മൾ y square is equal to 4ax-ൽ y square is equal to 4ax-ൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് a/m square 2a/m ആ ഇവിടെ അത് എച്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ h പ്ലസ് എന്ന് വരും h എന്ന് പറഞ്ഞാൽ ആരാ 9+. ഇവിടെ നമുക്ക് ഫോർമുല വരുന്നത് ഞാൻ ഫോർമുല എഴുതിയാൽ h എന്ന് പറഞ്ഞതിലാണല്ലോ h പ്ലസ് a/m സ്ക്വയർ 2a/m ആണ് ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് a/m സ്ക്വയർ 2a/m ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമ്മൾ പഠിച്ചതാണ് അത് ഷിഫ്റ്റ് ചെയ്ത പരാബോളയാകുമ്പോഴോ ഒറിജിൻ മാറിയ പരാബോളയാകുമ്പോഴോ അതനുസരിച്ച് h ഇവിടെ കയറി വരും h എന്ന് പറഞ്ഞാൽ 9 ആണ് 9 പ്ലസ് a എന്ന് പറഞ്ഞാൽ എത്രയാണ് a is equal to 1 ആണ് 1/-1/2ൻ്റെ സ്ക്വയർ കോമ 2a 2 ഡിവൈഡഡ് ബൈ -1/2 ആണ് ഹിയർ ഇത് 2 സ്ക്വയർ 4 13 കോമ ഇവിടെ എത്രയാണ് -4 ആണ് ഇതാണ് P ദിസ് ഈസ് ദ പോയിന്റ് P ആ പോയിന്റ് പറയുന്ന P ഇതാണ് ആ പിയും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആരാ സെൻറ്റർ ഓഫ് ദ സർക്കിൾ സെൻറ്റർ ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം -g -f ആണ് അവിടുത്തെ 2g -14 ആണ് അപ്പോൾ g എന്ന് പറഞ്ഞാൽ -7 ആണ് ശരിയല്ലേ അപ്പോൾ അവിടുത്തെ എന്ത് വരുന്നു 7 കോമ മറ്റേ 8 4 ആണ് അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് വേണ്ടത് ഡിസ്റ്റൻസ് ഈക്വൽ ടു വാട്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു then 13 minus 7 root 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് 8ൻ്റെ സ്ക്വയർ 64 100ന് 10 ആണ് ആൻസർ 10 ആണ് ഓക്കെ ആൻസർ എത്രയാണ് 10 ആണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ if the shortest distance of the parabola y square is equal to 4x from the center of the circle this case is d then d square is equal to അപ്പോൾ സെൻറ്റർ ആരാ 2024 ക്വസ്റ്റ്യൻ തന്നെയാണ് സെൻറ്റർ നോക്കി സെൻറ്റർ എന്തായിരിക്കും ഇപ്പോൾ പറഞ്ഞല്ലേ -g എന്ന് പറയുമ്പോൾ 2 വരും അല്ലേ പിന്നെ -f 8 വരും ഈ പരാബോളയിൽ നിന്നുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പരാബോളയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ ആ പരാബോളയുടെ നോർമൽ എടുക്കുക ആ പരാബോളയുടെ നോർമൽ ഏതിലൂടെ കടന്നു പോകണം ഇതിലൂടെ കടന്നു പോകണം ഇപ്പോൾ സപ്പോസ് നമ്മൾ വരച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫിഗർ വരച്ച് നോക്കുക നല്ലതാണ്
വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞാൽ പരാബോള ഇത് ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇവിടെയാണ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞ പരാബോള വരുന്നത്. ഇതിൻ്റെ ഫോക്കസ് 2,8 ആണ്. 2,8 ഏകദേശം ഇവിടെ വരുന്ന സർക്കിൾ ഇവിടെ കിടക്കട്ടെ. നിങ്ങൾ ആ സർക്കിളിന് ഏകദേശം സർക്കിൾ വരുന്നത് ഇവിടെ. ആ സർക്കിളിൻ്റെ സെൻറ്റർ 2,8 ആണ്. ഇനി അറിയേണ്ടത് ഈ ഇതിൻ്റെ നോർമൽ കണ്ടില്ലേ, ഇതിൻ്റെ നോർമൽ ഇതിൽ പാസ് ചെയ്യണം. ഇതിൻ്റെ നോർമൽ ഇതിന് പെർപെൻഡിക്കുലറാണ്. ആ പെർപെൻഡിക്കുലറായ നോർമൽ കണ്ടില്ലേ, നോർമൽ കണ്ടോ, ഇത് നോർമൽ, ഈ ഡിസ്റ്റൻസ് ആയിരിക്കണം, ഇത് നോർമലായിരിക്കണം, ഈ ലൈൻ നോർമലായിരിക്കണം. ഈ ലൈൻ നോർമൽ ആവണമെങ്കിൽ ഇതിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് നിങ്ങൾക്കറിയാം. ആ നോർമലിൻ്റെ ഇക്വേഷൻ എടുക്കുക, അത് ഈ പോയിന്റിൽ കൂടി കടന്നു പോകുമ്പോൾ അതിന് എം സ്ലോപ്പ് കിട്ടും. അതിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് am² 2a/m ആണ്. am² മൈനസ് am² 2a/m ആണ്. അപ്പോൾ അവിടുത്തെ നമുക്ക് ടേംസിൽ അതിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും നമുക്ക് വെച്ചിട്ട് അല്ലേ, ദെൻ ഇതിൻ്റെ അകത്ത് am² മൈനസ് 2a/m ആണ് സെൻറ്റർ എടുക്കും. അപ്പോൾ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഓഫ് നോർമൽ y is equal to mx മൈനസ് 2am മൈനസ് am³ ആണ്. ഈ നോർമൽ ഇതിലെ പാസ് ചെയ്യണം 2,8 പാസസ് ത്രൂ. പാസസ് ത്രൂ 2,8. ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് നോർമൽ എടുക്കണമെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ നോർമൽ സെയിം ആയാൽ ഈ ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ സെൻറ്റർ മുതൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞേക്കണോണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഷോർട്ടസ്റ്റ്. ആ കർവിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ സർക്കിളിൻ്റെ എല്ലാ നോർമൽസും എന്താണ്, സെൻട്രിക്കടെ പോകും. അപ്പോൾ സെൻട്രിക്കടെ പോകുന്ന ലൈൻ നോർമലാണ്. അതാണ് ഞാൻ പരാബോളയുടെ നോർമലിൻ്റെ ഇക്വേഷൻ എടുത്ത് സർക്കിളിൻ്റെ സെൻട്രിക്കടെ പോകണമെന്ന് എടുക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും നോർമലായില്ലേ. ദെൻ ഇത് പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ 8 is equal to എക്സിൻ്റെ സ്ഥാനത്ത് 2m മൈനസ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്, അതും 2m ആണ്, മൈനസ് m³ ആണ്. മൈനസ് m³ രണ്ട് വെട്ടിപ്പോയി. m³ ഈസ് ഈക്വൽ ടു ആരാ? -8 ആണ്. m ഈസ് ഈക്വൽ ടു ആരാ? -2 ആണ്. m -2 ആവുമ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആരാ? പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഞാൻ ഫോർമുല എഴുതിയിട്ടുണ്ട്. am² a1 ആണ്, m² 4 ആണ്, -2 ഇൻറ്റു -2 4 ആണ്. ഈ പോയിന്റ് 4,4 ആണ്. 4,4ഉം ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. d² ഈസ് ഈക്വൽ ടു 4 - 2, അപ്പോൾ 4 ആണ്. 8 16 ആണ്. ആൻസർ 20 ആണ്. കേട്ടോ, ഇതൊക്കെ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ടാൻജൻസ് നോർമലിൻ്റെ ഫോർമുല കൂടി പഠിക്കാം. അത് പലപ്പോഴായി ചോദിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ നിങ്ങൾ മറ്റതിൻ്റെ ഫോർമുലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അടുത്ത സെഷനിലേക്ക് വരുവാണ്. നമ്മൾ പരാബോള, നമുക്ക് ശരിക്കും ഇവിടെ 3 പാർട്ടാണുള്ളത്. ഒന്ന് പരാബോള, ആ പരാബോളയിൽ തന്നെ 2 പാർട്ടായിട്ട്. ഒന്ന് ആദ്യം ഞാൻ പരാബോളയുടെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകളുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടാൻജൻസ് ആൻഡ് നോർമലിലേക്ക് വന്നു. ഇനി നമുക്ക് എലിപ്സിൻ്റെ ബേസിക് കൺസെപ്റ്റ് പറയും, ഹൈപ്പർബോളയുടെ പറയും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, അവയുടെ ടാൻജൻസ് ആൻഡ് നോർമൽസ് പറയാം. രണ്ടിനെയും കൂടെ ഒന്നിച്ച്. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ്. എലിപ്സ് ഡെഫിനിഷൻ അറിയണം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കൂ. ഒരിക്കൽ എലിപ്സിൻ്റെ ഡെഫിനിഷൻ ഡയറക്റ്റ് ചോദിച്ചു. എന്താണെന്നറിയോ എലിപ്സിൻ്റെ ഡെഫിനിഷൻ? എന്താണെന്ന് ചോദിച്ചാൽ, ദ സം ഓഫ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഫ്രം എനി പോയിന്റ് ടു ദ എലിപ്സ് ഈസ് കോൺസ്റ്റൻ്റ് ആണ്. സം ഓഫ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഫ്രം എനി പോയിന്റ് ടു ദ എലിപ്സ് ഈസ് കോൺസ്റ്റൻ്റ് ആണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയാമോ? ലെറ്റ് പി ബി എനി പോയിന്റ് എ ആൻഡ് ബി ആർ 2 ഫിക്സഡ് പോയിന്റ് സച്ച് ദാറ്റ് പി എ പ്ലസ് ബി ബി ഈസ് ഈക്വൽ ടു 4. Then the locus of P is PA plus PB. A and B are 2 fixed points. PB the variable point. PA plus PB constant. അതാരാ? എലിപ്സാ.
എലിപ്സിന് പല കണ്ടീഷൻസും സെക്കൻഡ് ഡിഗ്രി ജനറൽ ഇക്വേഷനും ഒക്കെ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ ഡെഫിനിഷനാണിത്. സം ഓഫ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഫ്രം എനി പോയിന്റ് ഓൺ ദ എലിപ്സ് ഈസ് കോൺസ്റ്റന്റ്. എന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഇതാണ് PF1 + PF2 = 2a. അവിടെ നമുക്ക് വരുന്നത് ഈ എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയേണ്ടത് ഈ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. x² / a² + y² / b² = 1, a greater than b. a greater than b ആവുമ്പോഴാണ് എലോങ് ദ x ആക്സിസ് y ആക്സിസ് ഇതതിൻ്റെ സെൻറ്ററാണ്, അത് ഒറിജിനാണ്. ഇവിടെ 2 ഫോക്കസുകൾ വരും, F1, ഇവിടെ F2 വരും. ഇത് C0 ആണ്, ഇത് -C0 ആണ്. ഈ ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് b² = a² × 1 - c² ആണ്. പ്രൂവ് ചെയ്യുമ്പോൾ അറിയാം, NCERT ബുക്കിൽ കിടക്കുന്ന പ്രൂഫാണ് ഇത് ബേസ് ചെയ്തിട്ട്. അപ്പോൾ c = √(a² - b² ആണ്. c = √(a² - b² ആണ്. ഇതിന് 2 ഡയറക്ട്രസുകൾ എവിടെ വരിക? ഒന്ന് ഇവിടെ വരും, ഒരു ഡയറക്ട്രസ് ഇവിടെ വരും, ശരിയല്ലേ? ഇത് x = a/e ആണ്. ഇവിടെ x = -a/e ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഫോക്കസ് AE,0 എന്ന് എഴുതാം. സിയുടെ സ്ഥാനത്ത് √(a² - b² 0 എന്ന് എഴുതാം. ഇത് -AE,0 ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ 2AE ആണ്. 2 ഫോക്കസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2AE ആണ്. 2AE ആണ് കേട്ടോ. ദെൻ ഇതിൻ്റെ വർട്ടെക്സ് ആണ് ഇത് വർട്ടെക്സ് ആണ് A,0. ഇത് -A,0. ഇത് 0,b ആണ്. ഇത് 0,-b ആണ്. ഇതിന് ഈ ആക്സിസ് കണ്ടോ, ഇത് 2a വരും. ഈ ആക്സിസാണ് മേജർ ആക്സിസ്. മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. അതിൻ്റെ ലെന്ത് 2a ആണ്. ഈ ആക്സിസിനെ പറയുന്ന മൈനർ ആക്സിസ്. മൈനർ ആക്സിസ് അതിൻ്റെ ലെന്ത് 2b ആണ്. x² / a² + y² / b² = 1 a greater than b എന്ന് എടുത്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. a greater than b. ഇക്വേഷൻസ് കണ്ടോ, x² / a² + y² / b² = 1 ആണ്. a greater എലിപ്സിൽ മാത്രം ആണ്. ഞാൻ പറഞ്ഞു എലിപ്സിൻ്റെ ഇൻസൈഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ -1 എന്ന് എഴുതിയിട്ട് s = s² / a² + y² / b² -1. അതിലെ പോയിന്റ് നിങ്ങൾക്ക് 1,2 ആണോ? നിങ്ങൾ എക്സിൻ്റെ സ്ഥാനത്ത് 1ഉം വൈയുടെ സ്ഥാനത്ത് 2ഉം കൊടുക്കൂ. അത് കിട്ടുന്നത് =1 = 0 കിട്ടിയാൽ ദറ്റ് പോയിന്റ് 1,2 ലൈസ് ഓൺ ദ എലിപ്സ് ആണ്. അത് <0 കിട്ടിയാൽ ഇൻസൈഡ് ദ എലിപ്സ് ആണ്. >0 കിട്ടിയാൽ ഔട്ട്സൈഡ് ദ എലിപ്സ് ആണ്. എലിപ്സിൻ്റെ എവിടെയാണ് കിടക്കണം എന്നറിയാം. ഓക്കെ, ഈ എലിപ്സിൻ്റെ ഇത് വന്നിട്ട് ഇവിടെ ഈക്വൽ ആകുമ്പോൾ a = b ആകുമ്പോഴാണ് ഇതെന്താവുന്നത്? സർക്കിൾ ആവുന്നത്. ആ സർക്കിളിൻ്റെ എക്സെൻട്രിസിറ്റി 0 ആണ്. ഇതിൻ്റെ എക്സെൻട്രിസിറ്റി <1 ആണ്. ഓക്കെ, ദെൻ വെർട്ടിക്കൽ എലിപ്സിനെ കുറിച്ചാണ്. വെർട്ടിക്കൽ എലിപ്സ് എന്താ? വെർട്ടിക്കൽ എലിപ്സ് ആ സർക്കിളിൽ വന്നിട്ട് വീണ്ടും പോസിറ്റീവിലേക്ക് പോകുന്നത്. ഇത് x ആക്സ് ആണ്, y ആക്സ് ആണ്. ഇതതിൻ്റെ സെൻറ്ററാണ്. ഇവിടെയാണ് ഫോക്കസ് F1. ഇത് C0 ആണ്. ഇത് F2. ഇത് -0C ആണ്. 0C ആണ്. ഇത് 0 - C ആണ്. ഓക്കെ,
ദെൻ ഇതിൻ്റെ വെർട്ടെക്സിൽ നമ്മൾ എടുക്കുമ്പോൾ കണ്ടില്ലേ, നമ്മൾ എൻ സി ആർ ടി രീതിയിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതിൽ എ ഗ്രേറ്റർ ദാൻ ബി തന്നെയാണ്. ചിലപ്പോൾ ഇക്വേഷൻ മാറ്റം വരുത്താതെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 പറഞ്ഞ് എ ലെസ് ദാൻ ബി എന്ന് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എൻ സി ആർ ടി ബുക്കിൽ പറയുന്ന പോലെ തന്നെ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ, വൈ ആണ് വലുത് വരണേ. വൈയുടെ താഴെ ഞാൻ ബി എന്ന് മാറ്റി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ നിന്നൊരു ഈ ഇക്വേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു മാറില്ല, എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ തന്നെയാണ്. ഉണ്ടോ? അവിടെ നമ്മുടെ ടേംസിന് വ്യത്യാസമില്ല. സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇപ്പോൾ ഞാൻ അറിയുന്നത് ഇപ്പോൾ കണ്ടില്ലേ, എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 36 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ എലിപ്സാണ്. ഇത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 36 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ എലിപ്സാണ്. ഇതിൻ്റെ ഡയറക്റ്റേഴ്സ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഡയറക്റ്റേഴ്സ് ഈ ഡയറക്റ്റേഴ്സിൻ്റെ ഇക്വേഷൻ എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ ഇ. മറ്റേത് വൈ ഈസ് ഈക്വൽ ടു എ ബൈ ഇ. വൈ ഈസ് ഈക്വൽ ടു എ ബൈ ഇ. ഇത് വൈ ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ ഇ. മറ്റേ എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ ഇ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡയറക്റ്റേഴ്സ് 2a by e. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കൈ അതിനൊന്നും വ്യത്യാസമില്ല, 2a അല്ലെങ്കിൽ 2c. ഇതിൻ്റെ ഇതാണ് മേജർ ആക്സിസ്. ആക്സിസുകൾ മാറും. മേജർ ആക്സിസ് ഇതാണ്, മൈനർ ആക്സിസ്. ഇവർ പോയിൻ്റാണ് 0a എന്നെടുക്കുന്നത്. ഞാൻ കണ്ടില്ലേ, ഇതിവിടെ ആയിട്ടോ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ താഴെ ബി സ്ക്വയർ വരുമ്പോൾ എഴുതുന്ന രീതിയാണ്. 0 മൈനസ് എ ആണ്. ഇത് B0 ആണ്. ദിസ് ഈസ് മൈനസ് B0 ആണ്. ഞാൻ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ജനറൽ ഒബ്സർവേഷൻസ് നമുക്ക് എഴുതാം. നോക്കൂ, ഇത് ഫിഗറാണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബി ആണ്. ഇവിടെ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ് പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ ഞാൻ എടുക്കുന്നത് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബി ആണ്. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇക്വേഷൻസിൽ മാറ്റം വരുത്തി എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് എ ലെസ് ദാൻ ബി എന്ന് എഴുതിയാൽ എയും ബിയും അങ്ങോട്ട് ചുറ്റും മാറുമെന്ന് മാത്രം. ഞാൻ ഇക്വേഷൻ ചേഞ്ച് വരുത്തി. എ ഗ്രേറ്റർ ദാൻ ബി, ഇത് എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ഈ എയും ബിയും അങ്ങോട്ട് ചുറ്റും മാറി. ഇതിൻ്റെ സെൻറ്റർ പറയേണ്ട ആവശ്യമില്ല. സെൻറ്റർ എന്ത് തന്നെയാണ്? ഇതിൻ്റെ സെൻറ്റർ 0 0 ആണ് രണ്ടിൻ്റെയും. ദെൻ ഇതിൻ്റെ ഫോക്കൈ, രണ്ട് ഫോക്കസുകളുണ്ട്. ഫോക്കൈ, ഇവിടുത്തെ ഫോക്കൈ നമ്മൾ പറഞ്ഞു പ്ലസ് ഓർ മൈനസ് C0 എന്ന് എടുക്കാം, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് AE0 എന്ന് എടുക്കാം, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കോമ 0 എന്ന് എടുക്കാം. ഇവിടെ വരുമ്പോൾ അത് 0 പ്ലസ് ഓർ മൈനസ് C ആണ്, അല്ലെങ്കിൽ 0 പ്ലസ് ഓർ മൈനസ് AE ആണ്, അതുമല്ലെങ്കിൽ 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ ഞാൻ പറഞ്ഞു 2C ആണ്, 2AE ആണ്. 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ദെൻ അതിലെ ഡയറക്റ്റേഴ്സ്, വെർട്ടിസസ്, ഇത് പ്ലസ് ഓർ മൈനസ് എ കോമ 0 ആണ്. ഇവിടെ വരുമ്പോൾ അത് 0 പ്ലസ് ഓർ മൈനസ് എ ആണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റേഴ്സ് ഇത് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ ഇ ആണ്.
ഇവിടെ x equal to y is equal to plus or minus a by e ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡയറക്ടേഴ്സ് a by e ആണ്. എക്സെൻട്രിസിറ്റി ഞാൻ ആദ്യം പറഞ്ഞ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ ആണ്. അപ്പോൾ ഇ സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ ആണ്. ഇ ഈസ് ഈക്വൽ ടു വാട്ട്? ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ആണ്. അല്ലെങ്കിൽ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ആണ്. ഇതിന് ഒരു വ്യത്യാസമല്ല. ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്. അതാണ് ഞാൻ ഈ ടേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ ഈ ഇക്വേഷനൊന്നും മാറില്ല. അതാണ് അതിൻ്റെ എളുപ്പം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ആണ് എക്സെൻട്രിസിറ്റി. ഇതിൻ്റെ ലാറ്റർ സെക്ടം LR, ലെന്ത് ഓഫ് ദ ലാറ്റർ സെക്ടം 2b സ്ക്വയർ ബൈ എ ആണ്. രണ്ടിലും അത് തന്നെ 2b സ്ക്വയർ ബൈ എ ആണ്. ഇനി ഇതിൻ്റെ പാരാമെട്രിക് ഫോം x is equal to a cos theta, y is equal to b sin theta ആണ്. വേറെ ഒന്നുമില്ല. എക്സ് ബൈ എ ഈക്വൽ ടു കോസ് തീറ്റ, വൈ ബൈ ബി ഈക്വൽ ടു സൈൻ തീറ്റ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ, വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു സൈൻ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടും. ഇതിവിടെ കിടക്കുന്ന ഇക്വേഷൻ കിട്ടും. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു ബി കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റയാണ്. എ സൈൻ തീറ്റയാണ്. ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഈ എലിപ്സിൻ്റെ മെയിനായിട്ടുള്ള ഫോം. അതിൻ്റെ പാരാമെട്രിക് ഫോം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിന് ഇപ്പോൾ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു എന്ന് ചെയ്യട്ടെ. ഈ 0 0 മാറി എച്ച് കോമയായി. എച്ച് കോമയായ ഷിഫ്റ്റഡ് ടു ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു. ഒറിജിൻ ഷിഫ്റ്റിംഗ് ടു എച്ച് കോമ കെയിലേക്ക് മാറിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതണേ? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നാ. ഇവിടെ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഈസ് പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നാ. എ ഗ്രേറ്റർ ദാൻ ബി ആണ്. രണ്ടിലും എ ഗ്രേറ്റർ ദാൻ ബി തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു എലിപ്സ് സം ഓഫ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഫ്രം എനി പോയിന്റ് ടു ദ എലിപ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇതിൻ്റെ കൺസെപ്റ്റുള്ള കാര്യങ്ങളാണ്. ഈ എലിപ്സിൻ്റെ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. നോക്കൂ, 2024 ചോദിച്ച ചോദ്യം തന്നെയാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, അതിൽ രണ്ട് കാര്യങ്ങൾ ഫംഗ്ഷനും കോണിക് സെക്ഷനും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഇട്ടിരിക്കുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് 9 ആൻഡ് എ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ടേംസിൽ എ എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് 10ഉം ബി ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 3ഉം ആണ്. ആൻഡ് ഇഫ് E and L denote the eccentricity and length of the lateral sector of this x square by a square, x square by a plus y square by b is equal to 1. ഇവിടെ ടേംസിലാണ് കിടക്കുക. ദെൻ a8 e square plus l square is equal to എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടേം എയും ബിയും കണ്ടാലേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സിൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് എഴുതണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എഴുതിയാൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 9 ദ ഹോൾ സ്ക്വയർ പ്ലസ് നമുക്കറിയാം പ്ലസ് എത്രയെന്ന് വരും 9 വരും. ഇത് ഇവിടെ എഴുതുമ്പോൾ ഇതിൻ്റെ അകത്ത് ജി ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 എന്ന് എഴുതിയാൽ മതി. ആ ജി ഓഫ് എക്സിലേക്ക് എക്സ് ബൈ എക്സ് മൈനസ് 9 എഴുതുക. ഓക്കെ. ഇനി നമുക്കിവിടെ എഫ് ഓഫ് ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ ആരാ? എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ 100 ഡിവൈഡഡ് ബൈ 10 മൈനസ് 1 ഇത് 1 പ്ലസ് 9 ആണ്. അപ്പോൾ 109 ആണ്. ഇതാണ് എ. ഇവിടെ എയുടെ സ്ഥാനത്ത് 109 എഴുതണം. ഇനി എഫ് ഓഫ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്.
ജി ഓഫ് എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് കാണുന്നത്? ഈ ജി ഓഫ് എക്സിൻ്റെ എക്സിന് സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എന്തെഴുതണം? എഫ് ഓഫ് എക്സ് മൈനസ് 9 എന്ന് എഴുതണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആരാ? എക്സ് സ്ക്വയർ പ്ലസ് 9. എക്സ് സ്ക്വയർ പ്ലസ് 9 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 9 മൈനസ് 9. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ ആരാണ് ബി ഈസ് ഈക്വൽ ടു ആരാ? ബി ഈസ് ഈക്വൽ ടു വാട്ട്? എന്താ ബി എന്ന് പറഞ്ഞാൽ? ബി ഈസ് ഈക്വൽ ടു ജി ഓഫ്, ഇവിടെ എഴുതിയിട്ടുണ്ട് ജി ഓഫ് എഫ് ഓഫ് 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കൊടുത്താൽ 3 സ്ക്വയർ 9, 9 പ്ലസ് 9 18, 18 ബൈ 9 2 ആണ്. ബി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇവിടെ കൊടുത്തു 3 സ്ക്വയർ 9, 9 പ്ലസ് 9 18, 18 ബൈ 9 2 ആണ്. അപ്പോൾ ഇക്വേഷൻ ഇവിടെ എലിപ്സ് ഇക്വേഷൻ നമുക്ക് എന്താ വരണേ? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 109 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1 ആണ്. ക്ലിയർ? ഈ എലിപ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ എക്സെൻട്രിസിറ്റിയും ലെന്ത് ഓഫ് ദ ലാറ്റർ സെക്ടറും കണ്ടാൽ മതി. എക്സെൻട്രിസിറ്റിയുടെ സ്ക്വയറാണ് ഈ സ്ക്വയർ. എക്സെൻട്രിസിറ്റിയുടെ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ആണ്. അതായത് എ സ്ക്വയർ എന്ന് വെച്ചാൽ 109. നോക്കൂ, ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതി 109 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ 2 ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്ന് വെച്ചാൽ 109 എന്ന് വെച്ചാൽ 107 ഡിവൈഡഡ് ബൈ 109 ആണ്. 107 ഡിവൈഡ് ബൈ 109 ആണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതിൻ്റെ അകത്ത് അടുത്ത് നമുക്ക് എഴുതുമ്പോൾ നമുക്ക് എന്താ എഴുതണ്ടേ? അടുത്ത ടേംസിൽ എഴുതുമ്പോൾ എല്ലാം 8 നമുക്ക് വാല്യൂസ് നമുക്ക് കൊടുക്കാം. എൽ സ്ക്വയർ എൽ എന്ന് പറഞ്ഞത് ലാസ്റ്റ് എൽ, ഇതിനെയാണ് എൽ എന്ന് പറഞ്ഞത് അല്ലേ? എൽ E and L denote the eccentricity and length of the lateral sectum. This is equal to 2b square by ആരാണ്? 2b square by a ആണ്. 2b square by a ആണാണ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞ ടേം 109 ആണ്. ബി സ്ക്വയർ 2 ഇൻറ്റു 109 ഡിവൈഡ് 109 അല്ല 2 ഇൻറ്റു 2 ആണ് ബി divided by a 109 ആണ്. So that is equal to 4 by this, 4 divided by, അപ്പോൾ L square is equal to 16 divided by, L is equal to this one, 16 divided by 109 the whole square. L is equal to 4 divided by 4 divided by square root of a സ്ക്വയർ ആണ് 109. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് വരേണ്ടത് അല്ലേ? ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന എ അല്ല കേട്ടോ, അവിടെ എ സ്ക്വയർ ആയിട്ടല്ലേ എടുക്കണേ. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആണ്. അപ്പോൾ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരുന്നു? വാട്ട് ഈസ് എൽ സ്ക്വയർ? ദിസ് ഈസ് എൽ സ്ക്വയർ. അവിടെ എന്താ പറയുന്നത്? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു വാട്ട്? എൽ സ്ക്വയറിൽ നമുക്കുണ്ട് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 109 ആണ്. ഇനി 8 ഇ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 107 ഡിവൈഡഡ് ബൈ 109 പ്ലസ് എൽ സ്ക്വയർ എന്ന് വെച്ചാൽ 16 ഡിവൈഡഡ് ബൈ വാട്ട്? 109 ആണ്. 109 കോമൺ എടുത്താൽ ഇവിടുത്തെ 8 നിങ്ങൾ പുറമേക്ക് എടുത്താൽ 8 ഇൻറ്റു 107 പ്ലസ് 2 ഡിവൈഡ് ബൈ 109 ആണ്. 107 പ്ലസ് 2 109. സോ ദിസ് ആൻസർ ഈസ് ഈക്വൽ ടു 8 ആണ്. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഗോ ടു നെക്സ്റ്റ്. നോക്കൂ, നമുക്കിവിടെ 8 പറഞ്ഞാൽ ലെറ്റ് പി ബി ദ പോയിന്റ് ഓൺ ദ എലിപ്സ്. പി ബി ദ പോയിന്റ് ഓൺ ദ എലിപ്സ്. And the ellipse x square by 9 plus y square by 4 equal to 1. Let the line passing through P and parallel to y axis meet the circle x square plus y square equal to 9.
കണ്ടോ ഇതിൻ്റെ മേജർ ആക്സിസ് ഇവിടെ 3 ആണ് മേജർ ആക്സിസിന്. ലെന്ത് ഓഫ് മേജർ ആക്സിസ് നമ്മൾക്ക് ലെന്ത് ഓഫ് മേജർ ആക്സിസ് 2a അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ടേം a² = 9 എന്ന് വെച്ചാൽ a = 3 ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ വരണേ. അപ്പോൾ ഇതിനെ വിളിക്കുന്നതാണ് ഓക്സിലറി സർക്കിൾ എന്നതിനെ പറയുന്നത്. ഓക്സിലറി സർക്കിൾ. നമ്മൾ ആ പാരാമെട്രിക് ഫോമിൽ തീറ്റ എടുത്തില്ലേ, ആ തീറ്റനെ പറയുന്നത് എന്ത് പാരാമീറ്റർ എന്നറിയാം? എക്സെൻട്രിക് ആംഗിളാണ്. ആ എക്സെൻട്രിക് ആംഗിൾ കിട്ടണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എക്സെൻട്രിക് ആംഗിൾ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ മേജർ ആക്സിസ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിനെയാണ് ഓക്സിലറി സർക്കിൾ. മേജർ ആക്സിസ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളാണ് ഓക്സിലറി സർക്കിൾ. ഓക്സിലറി സർക്കിൾ, ഇതാണ് ഓക്സിലറി സർക്കിൾ. ഈ ഓക്സിലറി സർക്കിളിൽ നമ്മൾ എടുക്കുന്ന രീതി നോക്കൂ. ഇപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞ ഒരു സൈഡിൽ നോക്കൂ. ഈ എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റ് ഏതാ? ഇത് 3,0 ഇതന്നെയാണ് പി എന്ന് പറഞ്ഞ പോയിന്റ് വിളിച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് എന്തെന്ന് പറഞ്ഞ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് വിളിക്കുന്നത് അല്ലേ. പി ലെറ്റ് ദ ലൈൻ പാസിംഗ് ത്രൂ, ഒരു ലൈൻ വരയ്ക്കുന്നു. ലെറ്റ് പി ബി ദ പോയിന്റ് ഓൺ ദ എലിപ്സ്. എലിപ്സിലെ പോയിന്റ് ആണ്. x² / 9 + y² / 4 = 1 ആണ്. ദെൻ ഇത് 0,4 ആണ്. ലെറ്റ് ദ ലൈൻ പാസിംഗ് ത്രൂ പി ആൻഡ് പാരലൽ ടു y ആക്സിസ്. കണ്ടോ, പിയിൽ കൂടി ഒരു ലൈൻ വരച്ചു to y axis. Meet the circle x² + y² = 9. That is an auxiliary circle because the radius is 3 ആണ്. At the point Q such that P and Q are the same side of x axis. X axis സെയിം സൈഡിലാണ് പി ക്യൂ. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ല, ഇത് ഇങ്ങോട്ട് വരച്ചാൽ ഈ ആംഗിളിനെയാണ് നിങ്ങൾ എന്ത് പറയണേ? തീറ്റ. അതിനാണ് എക്സെൻട്രിക് ആംഗിൾ. ആ ആംഗിൾ ആണെങ്കിൽ ഇതിൻ്റെ പാരാമെട്രിക് ഫോം 3 cos θ, a cos θ, b sin θ ആണ്. സർക്കിളിൽ വരുമ്പോൾ അതെന്താ പഠിക്കണേ? 3 cos θ, 3 sin θ ആണ്. Isn't it? അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് പി ക്യൂ, പി 3 cos θ, 2 sin θ. എലിപ്സിലെ പോയിന്റ്. ഇത് ക്യൂ സർക്കിളിലെ പോയിന്റ് ആരാ? 3 cos θ, 3 sin θ. ഓക്കെ, ഇനി അടുത്ത ഇതിനെ വരയ്ക്കാം. സെയിം സൈഡിലാണ്. Then the eccentricity of the locus of the point R in the on PQ such that PR is to RQ is equal to 4:3. അപ്പോൾ R ഇവിടെയാണെന്ന് വിചാരിക്കും. അതിൻ്റെ ലോക്കസ് H,K എന്ന് വിളിക്കുക. അത് കട്ട് ചെയ്ത പോയിന്റ് 4:3 അല്ലേ. P moves in the എലിപ്സിലാണ്. ദെൻ അതിൻ്റെ എക്സെൻട്രിസിറ്റി ആണ്. ആ എലിപ്സിൻ്റെ ലോക്കസ് ഒരു എലിപ്സിൽ തന്നെ ആയിരിക്കും. പി എതിലാണ് നമ്മൾ? എലിപ്സിലാണെന്നും അതിൻ്റെ എക്സെൻട്രിസിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഈ കണ്ടീഷനിലാണ് അത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ H= നമുക്ക് എന്താ വരിക? H= സെഷൻ ഫോർമുല 4 × 3 12 cos θ പ്ലസ് 9 21 cos θ ഡിവൈഡഡ് ബൈ 4 + 3 7 ആണ്. അപ്പോൾ 3 cos θ. H/3 = cos θ എന്ന് കിട്ടി. അങ്ങനെയാണ് mx2 + nx1 / m + n. അടുത്ത് നമുക്ക് എന്താ പറ്റുന്നത്? k എന്ന് പറഞ്ഞ സാധനം. k = 4 × 12 sin θ 6 18 sin θ ഡിവൈഡഡ് ബൈ 7 ആണ്. അപ്പോൾ sin θ = 7k ഡിവൈഡ് ബൈ 18 = sin θ ആണ്. ഫസ്റ്റ് ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് സെക്കൻഡ് ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിനെ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻസ് കിട്ടും. എന്താ വരിക? ഫസ്റ്റ് സ്ക്വയർ പ്ലസ് സെക്കൻഡിൻ്റെ സ്ക്വയർ എത്രയാ? ദെൻ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? h² / 9 h² / 9 പ്ലസ് k² ഡിവൈഡഡ് ബൈ
18/7 the whole square equal to 1 ആണ്. ഇതിൻ്റെ ലോക്കസ് ഓഫ് എച്ച് കോമ കെ, എച്ച് കോമ കെയുടെ ലോക്കസ് ആണ് വേണ്ടത്. എച്ച് കോമ കെയുടെ ലോക്കസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? എച്ച് ആൻഡ് കെ ഈസ് റീപ്ലേസ്ഡ് ബൈ x1/1. എച്ച് ആൻഡ് കെ റീപ്ലേസ്ഡ് ബൈ x1/1, isn't it? എച്ച് കെയും അത് റീപ്ലേസ് ചെയ്താൽ മതി. വാട്ട് ഇസ് ഇറ്റ്? ദെൻ x²/9 പ്ലസ് y²/18/7 the whole square equal to 1, isn't it? What? ഇനി ഇതിൻ്റെ നമുക്ക് വേണ്ടത് എക്സെൻട്രിസിറ്റി ആണ്. ദ എക്സെൻട്രിസിറ്റി ഇ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇ ഈസ് ഈക്വൽ ടു വാട്ട്? ഇ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് b². ഇത് ഗ്രേറ്റർ ദാൻ ആണ്. 9 ഈസ് ഗ്രേറ്റർ ദാൻ ദിസ്. ഇവിടെ നമുക്ക് 8, 3, 6, 3ൻ്റെ സ്ക്വയർ അല്ലേ ഉണ്ട്. ഇത് ലെസ് ആണ്, 9 ആണ്. ഇതാണ് മേജർ ആക്സസ്. എലിപ്സ് വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ a² മൈനസ് b², 9 മൈനസ് 8/7 the whole square divided by 3 ആണ്, isn't it? Then what? This is equal to 749. So final answer is equal to √117 divided by 3 is here, that is equal to 21 ആണ്. 21 ആണ്. So what? This may be, you can take in the value 7, that is equal to √13/7 ആണ്. √13/7 ആണ്. This is the correct answer. Okay, go to next. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കും. ഇതും 2024 ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഫ് ദ പോയിന്റ്സ് ഓഫ് ദ ഇന്റർസെക്ഷൻ ഓഫ് 2 ഡിസ്റ്റിങ് കോണിക്സ് x² + y² equal to 4b ആൻഡ് x²/16 + y²/b² equal to 1 ലൈ ഓൺ ദ കർവ് y² is equal to 3x², then 3√3 times of area of rectangle formed by the intersection point is. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കണം. ഈ രണ്ട് കോണിക്കുകളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, അതായത് വൺ ഈസ് സർക്കിൾ ആൻഡ് അതർ ഈസ് എലിപ്സ്, ലൈ ഓൺ ദ കർവ് y² is equal to 3x² ആണ്. y² is equal to 3x², ഒരു ടേംസ് y² equal to 3x². ആ y² equal to 3x² അത് കിടക്കുന്നത്. അപ്പം നമുക്കറിയാം ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. യു ക്യാൻ പുട്ട് y² equal to 3x² in on both conic. രണ്ട് കോണിക്കിലും നമുക്കത് കൊടുക്കാം. രണ്ട് കോണിക്കിലും കൊടുക്കാം. എന്താണ്? y² is equal to 3x² in both conic. രണ്ടിലും കൊടുത്തു. അപ്പോൾ ആദ്യത്തേൽ നമുക്ക് കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? y² 3x² കൊടുത്താൽ 4 അല്ലേ? x² + 3x², 4x². 4x² is equal to 4b ആണ്. x² is equal to b എന്ന് കിട്ടി. ഒരു റിസൾട്ടാണ്. അടുത്തേൽ നമുക്ക് കൊടുക്കുമ്പോൾ x² divided by 16 പ്ലസ് y² is equal to 3x². 3x², y² സ്ഥാനത്ത് 3x². ആ 3x² സ്ഥാനത്ത് 3b, x² is b ആണ്, 3b divided by b², isn't it? 3x² കൊടുക്കുന്നതിന് പകരം 3b കൊടുത്താൽ മതി. ഈക്വൽ ടു 1 ആണ്. അതായത് x² divided by x² സ്ഥാനത്ത് ഇവിടെയും നമുക്ക് എന്ത് കൊടുക്കാം? x² is what? x² is equal to b അല്ലേ? അപ്പോൾ ഇവിടെ b/16 പ്ലസ് 3/b ഈക്വൽ ടു 1 ആണ്. അപ്പോൾ b², ഇത് 16b മൈനസ് വരും. 16b പ്ലസ് 48 ഈക്വൽ ടു 0 ആണ്. ദെൻ b മൈനസ് 12 ഇൻറ്റു b മൈനസ് 4 ഈക്വൽ ടു 0 ആണ്. b ഈസ് ഈക്വൽ ടു 12 and 4,
12 or 4 ആണ്. അതിൽ 4 വന്നാൽ എന്നാ കുഴപ്പം? b is equal to 4 വന്നു കഴിയുമ്പോൾ x square by 16 plus y square by 16 വരും. So that is equal to x square plus y square is equal to 16 വരും. അതും ഇതും ഒന്ന് തന്നെ. b is equal to 4 ആകുമ്പോൾ 16 ആണ്. ഇതും ഒറ്റ കോണിക്കായി പോവും. അത് സെയിം കോണിക്കായി പോവും. രണ്ടും സർക്കിളായി പോവും. സോ ദിസ് ഈസ് റിജക്റ്റഡ്. അതിനെ റിജക്റ്റ് ചെയ്തു. ഇത് വേണ്ട നമുക്ക് ഏത് മതി? b is equal to 12 മതി. b is equal to 12 ആവുമ്പോൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കെന്താ? x square plus y square is equal to 48. ഇനി നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടേംസിൽ ഇത് എടുത്താൽ പോരെ? എന്തിൽ? അപ്പോൾ b is equal to 12 ആയി കഴിയുമ്പോൾ നമുക്കിവിടെ y square is equal to അതിൻ്റെ പോയിന്റുകൾ ഏതൊക്കെയായിരിക്കും? റെക്റ്റാങ്കിളുടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എഴുതിയ പോലെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. Point of intersection. What are the point of intersection? Y square equal to 3x square. അപ്പോൾ ഇവിടത്തെ b is equal to 12 ആവുമ്പോൾ b square x is equal to ആരാണ്? 12 ആണ്. x is equal to plus or minus root 12 ആണ്. y square ആരാ? y square is equal to 3 ആണ്. y square is equal to 3x square ആകുമ്പോൾ 36 ആണ്. y is equal to plus or minus 6 ആണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ ആ റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇതെടുത്തു, ഈ പോയിന്റ്. ഈ പോയിന്റിൽ നമുക്ക് എത്ര വരും? റൂട്ട് 12,6 മൈനസ് റൂട്ട് 12, റൂട്ട് 12, മൈനസ് 6 മൈനസ് റൂട്ട് 12, മൈനസ് റൂട്ട് 12, മൈനസ് 6. ഈ ലെന്ത് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്ര വരും? ഇവിടെ നമുക്ക് എത്ര വരും? 12 വരും. ഇവിടെയോ 2 റൂട്ട് 12 വരും. അപ്പോൾ ഏരിയ എന്ത് വരും? ഏരിയ ഈസ് ഈക്വൽ ടു വാട്ട്? ഏരിയ ഈസ് ഈക്വൽ ടു 24 റൂട്ട് 12 ആണ്. റൂട്ട് 12 4 × 3 ആണ്. 4 2 ആണ്. അപ്പോൾ 48 റൂട്ട് 3 ആണ്. ദെൻ 3 റൂട്ട് 3 ടൈംസ് 3 റൂട്ട് 3 ടൈംസ് ഓഫ് ഏരിയ. 3 root 3. 3 root 3 actually into 9, isn't it? 3 root 3 times of this case. You are multiple 3 root 3. 3 root 3 times 48 root 3 into 48 root 3 into 3. That is equal to 9 into 48. 9 into 48. 9 into 48. So 9 into 48 is equal to 432. 432. That's an answer. Okay. Let's go to next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the length of the minor axis of ellipse is equal to half of the distance between foci, then the eccentricity of ellipse is. വളരെ ഡയറക്റ്റായിട്ട് ബേസിക് റിലേഷൻ ആകുന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 2024 ക്വസ്റ്റ്യൻ തന്നെയാണ്. ലെന്ത് ഓഫ് ദ മൈനർ ആക്സിസ്. ലെന്ത് ഓഫ് ദ മൈനർ ആക്സിസ് എന്ന് വെച്ചാൽ 2b ആണ്. 2b ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ. ഫോക്കൈയുടെ ഡിസ്റ്റൻസ് 2ae ആണ്. ഹാഫ് ae ആണ്. നിങ്ങൾ നോക്കും 4b സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈ സ്ക്വയർ ആണ്. ബി സ്ക്വയറിൻ്റെ ഫോർമുല 4 ഇൻറ്റു ബി സ്ക്വയറിനെ എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഈ സ്ക്വയർ ആണ്. യു ക്യാൻ ക്യാൻസൽ എ സ്ക്വയർ ആൻഡ് എ സ്ക്വയർ. ദെൻ 4 മൈനസ് 4 ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ആണ്. ദെൻ 4 ഈസ് ഈക്വൽ ടു 5 ഇ സ്ക്വയർ ആണ്.
then E square is equal to, E is equal to 2/√5 ആണ്. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. കണ്ടോ, വളരെ ഈസിയായി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 3 2 ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഫോർമുല പഠിക്കണം, നിർബന്ധമാണ്. ഫോർമുലകൾ നമ്മളിപ്പോൾ തന്നെ നമ്മൾ റിവിഷനിൽ വളരെ കറക്റ്റായിട്ട് ഫോർമുലകൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കോപ്പി എടുക്കുകയോ ചെയ്തിട്ട് നോക്കിയിട്ട് പഠിക്കണം. അതൊരു പേപ്പറിൽ എഴുതിയിട്ട് പഠിച്ചാൽ മാത്രം മതി, നമുക്ക് പ്രോബ്ലംസ് കിട്ടും, മസ്റ്റായി കിട്ടും. ഓക്കെ, ദെൻ hyperbola. What is the definition of hyperbola? The last section, hyperbola. Circle, parabola, ellipse, hyperbola. Conic section നമ്മളിവിടെ എടുത്ത് ഡിസ്കഷൻ ചെയ്തത് parabola, ellipse, hyperbola. Hyperbola the difference of focal distance from any point to the hyperbola is constant. The modulus of Pf1 minus Pf2 is equal to 2a. 2a. The modulus of Pf1 minus Pf2 equal to 2a. This is the length of the transverse axis. The equation, look here. X axis, Y axis, ഇതിൻ്റെ സെൻറ്റർ ഒറിജിനാണ് എങ്കിൽ കണ്ടോ, ഇത് ശരിക്കും ഒരു അസിൻറ്റോപ്സിനത്, ഇത് ഈ സാധനം അസിൻറ്റോപ്സ് ആണ്. ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വെച്ചിട്ടാണ് നമ്മളിത് വരയ്ക്കേണ്ടത്. അസിൻറ്റോപ്സുകളാണ്. ടാൻജൻ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയും. ഇതിനടുത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഹൈപ്പർബോള വരുന്നത്. ഇത് അസിൻറ്റോപ്സ് ആണെന്ന് പറഞ്ഞു. ഈ ഹൈപ്പർബോളയിൽ ഇതിൻ്റെ വെർട്ടിസസുകളാണ് (a,0) -a,0. ഇവിടെയാണ് എൻ്റെ ഫോക്കസുകൾ കിടക്കുന്നത്. നമ്മൾ പറയുന്നത് ഫോക്കസുകൾ എനി പോയിന്റിൽ നിന്നും ഫോക്കസിലുള്ള ഡിഫറൻസുകൾ 2a ആയിരിക്കുന്നതാണ്. ഫോക്കസ് നമുക്ക് ഏതൊക്കെയാണ്? F1 Z0 F2 -C0. അതായത് ഇത് AE0 മറ്റൊന്നുമില്ല, AE0. ഇത് -AE0. ഈക്വേഷൻ x² - y² b² = 1 ആണ്. a > b > ഒന്നുമില്ല എലിപ്സിൽ. b² = a² × e² - 1 ആണ്. നോട്ട് ഇൻ ദ എലിപ്സ്. അത് 1 - e² ആണ്. ഇവിടെ c = √(a² + b² ആണ്. c = √(a² + b² ആണ്. ദെൻ അതിൻ്റെ മേജർ ആക്സിസും മൈനർ ആക്സിസ് എലിപ്സിലെ പോലെ തന്നെ ട്രാൻസ്വേഴ്സ് ആൻഡ് കോൺജുഗേറ്റ് ആക്സിസ് ആണ്. ഇവിടെ ഈ വാല്യൂസിനെ ബേസ് ചെയ്ത് b² വെച്ച് ചെയ്തിട്ട് നമുക്കിവിടെ ബി മാർക്ക് ചെയ്യാം. ടോട്ടൽ b² = a² e² വെച്ചിട്ട് b² കിട്ടി. b 10 കിട്ടുവാണെങ്കിൽ ഈ ഒറിജിൻ മുതൽ ഇവിടം വരെ 5 എടുത്തു. അതായത് 0, b ഇവിടെ എഴുതി. ഇത് 0, -b. ഈ ആക്സിസിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് കോൺജുഗേറ്റ് ആക്സിസ്. ഈ ആക്സിസാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. അതിൽ വലിപ്പ വ്യത്യാസങ്ങളില്ല. കോൺജുഗേറ്റ് വലുതോ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആക്സിസ് വലുതോ ഇല്ല. മറ്റത് മേജർ മൈനർ ഉണ്ട്, അതിന് വലിപ്പ വ്യത്യാസങ്ങളുണ്ട്. a ഷുഡ് ബി > b ആയിരിക്കണം. ഇവിടെ അങ്ങനെ ഇല്ല. ഇനി നിങ്ങൾ അറിയേണ്ടത് ഈ ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണ്. നമ്മൾ സെൻറ്റർ ഇതാവുമ്പോൾ ഇക്വേഷൻ x² / a² - y² / b² = 1 ആണ്. അതിൻ്റെ ഇക്വേഷൻ ഈ കോൺസ്റ്റൻറ്റ് മാത്രമേ എന്തിന് മാറ്റം ഉണ്ടാവുള്ളൂ?
അസിൻറ്റോപ്സിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ പറഞ്ഞാൽ എ എക്സ് സ്ക്വയർ പ്ലസ് 2hxy പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c = 0 ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണെങ്കിൽ ആ ഹൈപ്പർബോളയുടെ അസിൻറ്റോപ്സ് look here, this is a pair of lines. Asymptotes is a pair of lines. This is tangent. Asymptotes means tangent at infinity. A pair of lines also represent the same equation ax square plus 2hxy plus by square plus 2gx plus 2fy plus c ക്ക് പകരം k = 0 എന്ന് എഴുതാം. The equation of the hyperbola and their asymptotes only differ by constant. ഒരു ഹൈപ്പർബോള തന്ന അസിൻറ്റോപ്സിൻ്റെ ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ ആ ഹൈപ്പർബോളയുടെ കോൺസ്റ്റൻ്റ് സ്ഥാനത്ത് പ്ലസ് k = 0 എന്ന് എഴുതി. നമ്മുടെ പെയർ ഓഫ് ലൈൻസിൽ ഡിസ്ക്രിമിനൻ്റ് 0 ആയിരിക്കും. ABC plus 2FGHM minus BG square minus AF square minus CH square 0 ആണ്. അത് കൊടുക്കുമ്പോൾ നമുക്ക് ആ k കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ദെൻ ഇതിൻ്റെ ഡയറക്ട്രസ് നമുക്കിത് ഇവിടെയാണ്. നമുക്ക് ഡയറക്ട്രസ് രണ്ടെണ്ണം, ഇത് ഒന്ന് ഇവിടെ വരുന്നു, ഒരെണ്ണം ഇവിടെ വരുന്നു. ഇതിൻ്റെ ഡയറക്ട്രസ് നമുക്ക് വരുന്നത് ഇത് x = a/e ആണ്. അതിനൊരു മാറ്റവും ഇല്ല. ഇത് x = എന്താണ് -a/e ആണ്. ഞാൻ പറഞ്ഞു ഇത് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ്, അതിൻ്റെ ലെന്ത് 2a ആണ്. ഇത് കോൺജുഗേറ്റ് ആക്സിസ് ആണ്, അതിൻ്റെ ലെന്ത് 2b ആണ്. ഇനി നമുക്ക് എക്സെൻട്രിസിറ്റി അതുപോലെയൊക്കെയാണ് പറഞ്ഞത്. ഇത് ഇൻ്റർചേഞ്ചിങ് ദ ട്രാൻസ്വേഴ്സ് ആൻഡ് കോൺജുഗേറ്റ് ആക്സിസ് ദാറ്റ് ഈസ് കോൾഡ് കോൺജുഗേറ്റ് ഹൈപ്പർബോള. കോൺജുഗേറ്റ് ഹൈപ്പർബോളയുടെ പ്രത്യേകത നമ്മൾക്ക് NCERT ബുക്കിൽ രണ്ട് രീതിയിൽ എഴുതാറുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ മാറി മറിഞ്ഞൊക്കെ വരാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ വരാണ്. അപ്പോൾ നമ്മളിവിടെ x ആക്സിസ്, y ആക്സിസ്. ഇങ്ങനെ വരുന്നതാണ് കോൺജുഗേറ്റ് ഹൈപ്പർബോള. ഇതെൻ്റെ സെൻറ്ററാണ്. ഇതിൻ്റെ ഡയറക്ട്രസ് ഇവിടെ വരുന്നു. ഇതിൻ്റെ വെർട്ടെക്സ് ഇതിൽ ഞാൻ എഴുതി കണ്ടില്ലേ, ഇത് NCERT കണ്ടോ. y² - (x²/b² = 1 ആണ്. പല ബുക്കിലും തിരിച്ചെഴുതാറുണ്ട്. x² / a² - (y²/b² = -1 എന്ന് എഴുതും. അവിടെ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓർത്തോണം, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇവിടെ ഞാൻ എയും ബിയും അപ്പം തന്നെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ഇക്വേഷനിൽ മാറില്ല. ഇത് NCERT ഇങ്ങനെയാണ്. y² / a², വൈയുടെ സ്ഥാനത്തേക്ക് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ കുഴപ്പമില്ല. ഇവിടെ ഇത് അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. പല ബുക്കിലും -x² / a² അല്ലെങ്കിൽ y² / b² - (x² / a² = 1) അപ്പോൾ ആ ടേംസിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെർട്ടെക്സ് 0, a ആണ്. ഇത് -a ആണ്. ഇത് 0, a ആണ്. ഇത് y = a/e ആണ്. ഇത് y = -a/e ആണ്. ഇത് സെൻറ്റർ C ആണ്. ഇവിടെ രണ്ട് പോയിന്റുകൾ എടുക്കും. ഇത് 0, ദിസ് ഈസ് -b, 0 ആണ്. ദിസ് പോയിന്റ് ഈസ് b, 0 ആണ്. ഇങ്ങനെ എഴുതാം. ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇക്വേഷൻസ് എങ്ങനെ തന്നാൽ x² ആരാണ് a² മൈനസ് y² b² = 1ൻ്റെ സ്ഥാനത്ത് -1 ഇട്ടു. അങ്ങനെ തരുമ്പോൾ ഉള്ള പ്രശ്നം എന്നാണെന്നറിയാമോ? ഇപ്പോൾ ഞാൻ ഇതിൻ്റെ b² = a² × e² - 1 എഴുതി. ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ എയും ബിയും മാറണം. അപ്പോൾ ഇവിടെ a² = b² × e² - 1 ആവും. അതിൻ്റെ സിക്ക് പിന്നെ കുഴപ്പമില്ല, കാരണം a² + b² ആണ്. അപ്പം നമ്മളിവിടെ എഴുതിയേക്കണം y² / a² - (x² / b² = 1) എന്നാണ്. ശ്രദ്ധിച്ചോണം, ഇങ്ങനെയാവുമ്പോൾ നമ്മൾ എഴുതുന്ന ഫോർമുലയിൽ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വായിക്കണം. പല ബുക്കിലും ഇങ്ങനെ ഉണ്ടാവും. ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. നോക്കൂ, ഫോക്കസ് ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് വരിക. ഇത് F1 ആണ്. ഇവിടെയാണ് F2. ഇത് C0 ആണ്. 0C ആണ്. അതായത് 0AE എന്ന് എഴുതാം. ഇവിടെ 0 - C ആണ്. അതായത് 0 - AE ആണ്.
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ ടു എ ഇ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡയറക്ട്സ് ടു എ ബൈ ഇ ആണ്. ഇതിൻ്റെ ഓരോ ഡിസ്റ്റൻസ്, അതായത് സെൻറ്ററും വെർട്ടെക്സും ആയിട്ടുള്ള ഡിസ്റ്റൻസുകൾ എ ആണ്. അതിൻ്റെ ഇതും ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എ മൈനസ് എ ഇ മൈനസ് എ ആണ്. ഇത് വെർട്ടെക്സ്, ഈ വെർട്ടെക്സും ഈ ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതൊക്കെ പല ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇതിനെ പറയുന്ന പേരാണ് കോഞ്ചുഗേറ്റ് ഹൈപ്പർബോള, ഇൻട്രചേഞ്ചിങ് ദ ട്രാൻസ്വേഴ്സ് ആൻഡ് കോഞ്ചുഗേറ്റ് ആക്സിസ്. വേറൊരു ഹൈപ്പർബോളയുണ്ട്. ആരാണത്? റെക്റ്റാങ്കിൾ ഹൈപ്പർബോള. റെക്റ്റാങ്കിൾ ഹൈപ്പർബോളയുടെ ട്രാൻസ്വേഴ്സ്, ദ ലെങ്ത് ഓഫ് ദ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ കോഞ്ചുഗേറ്റ് ആക്സിസ്. അതായത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് റെക്റ്റാങ്കിൾ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. പക്ഷെ നിങ്ങൾ പലപ്പോഴും കാണുന്ന റെക്റ്റാങ്കിൾ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ്റെ എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ കാണാറുണ്ട്. ആ എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത് ഈ നമ്മൾ ആദ്യം പറഞ്ഞ അസിംപ്റ്റോട്സുകൾ കോർഡിനേറ്റ് ആക്സിസ് ആയിട്ട് വരും. ഇത് കോർഡിനേറ്റ് ആക്സിസ്. നമ്മൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ അസിംപ്റ്റോട്സ് ആണ് ഈ കാണുന്ന സാധനം. ഈ അസിംപ്റ്റോട്സുകളായിരിക്കും നമ്മുടെ റെക്റ്റാങ്കിൾ ഹൈപ്പർബോളയുടെ എന്തായിട്ട് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഹൈപ്പർബോള നടക്കുന്നത്. ഇത് വെർട്ടെക്സ് ഇങ്ങനെ നടക്കും. ഇതാ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ആ കോർഡിനേറ്റ് ആക്സിസുകൾ അസിംപ്റ്റോട്സ് ആയിട്ട് വരുന്നത്. അപ്പോഴാണ് എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ. അതിൻ്റെ പാരാമെട്രിക് ഫോം സി ടി സി ബൈ ടി ആണ്. ദെൻ ഹൈപ്പർബോളയുടെ ഇവിടുത്തെ ഈ ഹൈപ്പർബോളയുടെ പാരാമെട്രിക് ഫോം എന്ത് വരുന്നു? ഇത് ഈ ഇക്വേഷൻ അനുസരിച്ച് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇതിൻ്റെ എക്സ് ഈസ് ഈക്വൽ ടു എ സിക് തീറ്റ, y is equal to b tan തീറ്റയാണ് പാരാമെട്രിക് ഫോം. മറ്റേ എക്സെൻട്രിക് ആംഗിൾ തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്താ വരിക? y is equal to a sec തീറ്റയാണ്. y is equal to a sec തീറ്റ, x is equal to b tan തീറ്റയാണ്. അതാണ് അതിൻ്റെ പാരാമെട്രിക് ഫോം. isn't it? ഇതിൻ്റെ ഞാൻ പറഞ്ഞുള്ള പാരാമെട്രിക് ഫോം സി ടി സി ബൈ ടി ആണ്. സി ടി സി ബൈ ടി ആണ്. ഓക്കെ, രണ്ട് ഇക്വേഷൻസിൽ കോഞ്ചുഗേറ്റ് ദ റെക്റ്റാങ്കിൾ ഹൈപ്പർബോള. റെക്റ്റാങ്കിൾ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി √2 ആണ്. ദെൻ ഇതിന് ഇക്വേഷൻസ്, ഇത് ഫിഗറാണ് ഇക്വേഷൻ. ദിസ് ഈസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, x axis, y axis. Look here, equation x square divided by a square minus y square divided by b square equal to 1, isn't it? Here ഞാൻ പറഞ്ഞല്ലോ NCERT രീതി അനുസരിച്ച് y square divided by a square minus x square divided by b square ഈക്വൽ ടു 1 എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചില ബുക്കുകളിൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് തരാറുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന ഫോർമുലയിൽ എയും ബിയും മാറ്റിയാൽ മതി കേട്ടോ. അങ്ങനെ പഠിച്ചവരത് മാറ്റി പഠിക്കണ്ട, ഞാൻ പറയുന്ന രീതി പഠിക്കണ്ട, മറ്റു മെത്തേഡിൽ പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ നമുക്കറിയാം 0 0 ആണ്. ഇതിൻ്റെ അറിയാം. ദെൻ അതിൻ്റെ ഫോക്കൈ വെർട്ടിസസ് നമ്മൾ പറഞ്ഞതാണ്. വെർട്ടിസസ് ഇതിൻ്റെ നമുക്ക് ഏതാണ് വരുന്നത്? +or-a,0 ആണ്. ഇവിടെ നമുക്ക് വരുന്നത് 0 +or-a ആണ്. മറ്റു രീതിയിൽ എഴുതിയാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതിയാൽ അതിലെഴുതുമ്പോൾ 0 +or-b എന്ന് എഴുതേണ്ടി വരും. ഇവിടെ ഫൊക്കൈ നമ്മൾ കണ്ടതാണ്. ഫൊക്കൈ എന്താ കണ്ടത്? +or-c0 ആണ്. അത് തന്നെയാണ് +or-a0 എന്ന് പറഞ്ഞ സാധനം. അത് തന്നെയാണ് +or- √. അവിടെ നമുക്ക്
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരുന്നു എലിപ്സിൽ. ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇവിടെ വരുമ്പോൾ അത് 0 പ്ലസ് ഓർ മൈനസ് സി ആണ്, ഇത് 0 പ്ലസ് ഓർ മൈനസ് എ ഇ ആണ്, അതായത് 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കൈ ഒക്കെ നമുക്കറിയാം. അവിടെ നമുക്ക് ദെൻ ഡയറക്ടസ് നമ്മൾ പറഞ്ഞു എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ ഇ ആണ്. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ ഇ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡയറക്ടേഴ്സ് ഒക്കെ അറിയാം. ട്രാൻസ്വേഴ്സ് ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ലെങ്ത് ഓഫ് ദ ട്രാൻസ്വേഴ്സ് ആക്സിസ്, ലെങ്ത് ഓഫ് ആക്സിസിൻ്റെ ലെന്ത് ഇവിടെ 2a ആണ്, ഇവിടെയും 2a ആണ്, മാറ്റമില്ല. ഞാൻ ഫോർമുല ഫണ്ടമെൻ്റൽ മാറിയത് 2b വരുമായിരുന്നു. ഇവിടെ അടുത്തത് ലെന്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ് ആണ്. എലിപ്സിൽ അത് മേജറാണ് കോഞ്ചുഗേറ്റ് ആക്സിസ്. കോഞ്ചുഗേറ്റ് ആക്സിസിൻ്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയും 2b ആണ്, ഇതും 2b ആണ്. isn't it? Then നമുക്കറിയേണ്ടത് ലെന്ത്. ഇനി നമുക്ക് എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ആണ്. ഇതിലും വ്യത്യാസമില്ല. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ആണ്. ഇവിടെ എല്ലാവരും ലെന്ത് ഓഫ് ലാറ്റസ് സെക്ടം 2b സ്ക്വയർ ബൈ എ, അതും എലിപ്സുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല, 2b സ്ക്വയർ ബൈ എ ആണ്. ഇനി പാരാമെട്രിക് ഫോം ഒറിജിൻ ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്താൽ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അതനുസരിച്ച് അതിൻ്റെ ഇക്വേഷൻസ് മാറും. ഇതാണ് ഹൈപ്പർബോളയിലെ നമ്മുടെ ഇക്വേഷൻസ്. ഓക്കെ, അതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. Then first upon, for some theta should be lies between 0 to pi by 2. If the eccentricity of hyperbola x square minus y square c square theta equal to 10 is root 5 times the eccentricity of ellipse. Root 5 times the eccentricity of ellipse x square by c square theta plus y square by y square is equal to x square into c square theta plus y square is equal to 5. Then the length of the lateral sectum of ellipse is നമ്മൾ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് എഴുതണം. രണ്ട് ഇക്വേഷനും അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ആദ്യത്തെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 കോസ് സ്ക്വയർ തീറ്റ, സി സ്ക്വയർ തീറ്റ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, ഈക്വൽ ടു 1 ആണ്. ഇതാണ് നമ്മുടെ ഹൈപ്പർബോള. ആ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി വേണം. ഇതിൻ്റെ എക്സെൻട്രിസിറ്റിയാണ് വേണ്ടത്. ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈസ് ദ എക്സെൻട്രിസിറ്റി ഓഫ്, ദിസ് ഈസ് റൂട്ട് 5 ടൈംസ് ഓഫ് ദ എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സെൻട്രിസിറ്റി ഇ എച്ച്, ദറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പർബോള എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? നമുക്ക് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 10 പ്ലസ് 10 കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് 10. അപ്പോൾ ഇതിനൊറ്റ സ്ക്വയർ റൂട്ടിൽ എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ എ സ്ക്വയർ 10 ആണ്. ഇതാണ് എ. അവിടെ വലിപ്പ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇത് ചെറുത് തന്നെയാണ്. കോസ് സ്ക്വയർ വരുമ്പോൾ 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റയാണ്. ദെൻ ഇനി എലിപ്സ് നമ്മൾ എഴുതുമ്പോൾ എലിപ്സ് എങ്ങനെ എഴുതണേ? ഇവിടെ ടോട്ടൽ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5
ഈക്വൽ ടു 1 ആണ്. ഇപ്പോൾ ഈ ഹൈപ്പർബോള നിങ്ങൾ അറിയേണ്ടത് ഈ ഹൈപ്പർബോള ഇങ്ങനെയാട്ടോ. കാരണം 5 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 5 cos square theta. Cos square theta lies between 0 to 1 ആണ്. 0ക്കും 1നും ഇടയിലാണ് cos square theta കിടക്കുന്നത്. Isn't it? 0 to 1 ആണ് ഇവിടെ. അപ്പോൾ ഇത് ലെസ് ആണ്. 5 cos square theta ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഇത് ഈ വൈയുടെ താഴെയാണ് വലിയ നമ്പർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഹൈപ്പർബോള കിടക്കുന്നത്. ഇതിൻ്റെ എക്സെൻട്രിസിറ്റി ഈ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ എന്ന് പറഞ്ഞാൽ ഇതാണ്. എ സ്ക്വയർ 5 ആണ്. അതിനേക്കാൾ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോൾ ഇത് 5 cos square theta ആണ്. തെറ്റിപ്പോവരുത്. Then 5 should be greater than 5 cos square theta because 5 is taken as a divided by 5 ആണ്. So that is equal to 5 cancel root of 1 minus cos square theta sin theta ആണ്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യം എന്താ തന്നിരിക്കുന്നത്? √5 ടൈംസ് ആണ് ഹൈപ്പർബോളയുടെ. നമുക്കറിയാം ദ എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള ഈസ് ഗ്രേറ്റർ ദാൻ എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് ആണ്. അപ്പോൾ ഈ എന്ന് പറയുന്നത് EH ആരുടെയാ? ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി. √5 ടൈംസ് ഓഫ് എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് ആണ്. അതായത് റൂട്ട് ഓഫ് 1 പ്ലസ് cos square theta ഈക്വൽ ടു √5 sin theta ആണ്. അപ്പോൾ 1 പ്ലസ് cos square theta ഈക്വൽ ടു 5 ഇൻറ്റു sin square theta ആണ്. ദെൻ 1 പ്ലസ് cos square theta ഈക്വൽ ടു 5 ഇൻറ്റു 1 മൈനസ് cos square theta ആണ്. ഇസ്ൻ്റ് ഇറ്റ്? എല്ലാം cos square theta നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് എന്താ വരിക? 5 മൈനസ് ആണ് 5 മൈനസ് cos square theta. അപ്പോൾ 6 cos square theta. 6 cos square theta is equal to 4 ആണ്. Then cos square theta is equal to 2/3 ആണ്. cos square theta 2/3 ആണ്. നമുക്ക് വേണ്ടത് then the length of the lateral sectum ആണ്. LR ആണ് വേണ്ടത്. LR is equal to what is LR? LR is equal to LR of ellipse ആണ്. 2b square by a ആണ്. ആ b എന്ന് പറഞ്ഞാൽ ഇതാണ് 2b square 5 cos square theta 2 into 5 cos square theta divided by a എന്ന് പറഞ്ഞാൽ a is what? √5 ആണ്. So that is equal to 10 into 2/3 divided by √5 ആണ്. ഇത് 5 into 2 ആണ് അല്ലേ? അപ്പോൾ 4 √5 divided by 3 ആണ്. 4 √5/3 ആണ്. ക്ലിയർ? ഓക്കെ. Go to next question. ഇവിടുത്തെ ടേംസിൽ ലെങ്ത് ഓഫ് ദ ലാറ്ററൽ ഡയഗ്രം വെച്ചിട്ടാണ് നമുക്ക് വേണ്ടത്. ടേംസിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് ആ ടേംസിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ല y²/b² ആണ് ഈക്വൽ ടു 1 മൈനസ് ദിസ് ടേം ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതിനെ നമ്മൾ എഴുതുമ്പോൾ ബിയും ഇത് എയും ആയിട്ട് എടുക്കണം കേട്ടോ. ഇക്വേഷൻസ് മാറ്റിയാണ് നോക്കണം. -x² + y²/b² ഈക്വൽ ടു 1 ബി ദ ഹൈപ്പർബോള. അവിടെ ഹൈപ്പർബോള തന്നിരിക്കുന്നത് നമുക്ക് -x² ആണ്. അതായത് y²/b² ഒരു ടേംസിൽ -x² divided by a² plus y²/b² ഈക്വൽ ടു 1 എന്ന ഹൈപ്പർബോള. അതിൻ്റെ എക്സെൻട്രിസിറ്റി √3 ആണ്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ലാറ്റർ സെക്ടം 4 ആണ്. ഇവിടുത്തെ ഇതിൻ്റെ എക്സെൻട്രിസിറ്റി എടുക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ എക്സെൻട്രിസിറ്റി എടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈസിക്വൽ ടു √3. എക്സെൻട്രിസിറ്റി ഈസിക്വൽ ടു √3 ആണ്. അതായത് റൂട്ട് ഓഫ് a² + b² ഡിവൈഡഡ് ബൈ ബി ആണ് വേണ്ടത്. ഇതനുസരിച്ച് ബി ആണ്, ഡിവൈഡ് ബൈ എ അല്ല. ഈക്വൽ ടു √3 ആണ്.
isn't it? അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 1 പ്ലസ് 1 പ്ലസ് വാട്ട് ബി സ്ക്വയർ ബൈ 1 പ്ലസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 3 ആണ്. എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ആണ്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2b സ്ക്വയർ എന്ന് എഴുതണം. ശ്രദ്ധിച്ചോണം, ഇവിടെ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുന്നുണ്ട്. അതാണ് isn't it? ഇവിടെ 2b സ്ക്വയർ ആണ്. ഇനി ലാറ്റർ സെക്ടർ തന്നിട്ടുണ്ട് LR. ആ LR എഴുതുമ്പോൾ ഇത് 2b സ്ക്വയർ സ്ഥാനത്ത് 2a സ്ക്വയർ ബൈ ബി എന്ന് എഴുതണം. isn't it? എങ്കിൽ കണ്ടോ എയും ബിയും ആണ്. അത് എത്രയാണെന്ന് നോക്കണം, 4√3 ആണ് ലാറ്റർ സെക്ടർ. 4√3 is equal to 2a സ്ക്വയർ ബൈ ബി ആണ്. isn't it? 2 ക്യാൻസൽ ചെയ്താൽ 2√3 is equal to a സ്ക്വയർ ബൈ ബി ആണ്. a സ്ക്വയർ is equal to 2√3b ആണ്. a സ്ക്വയറിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം. എന്താണ് a സ്ക്വയർ is equal to 2√3b equal to 2b സ്ക്വയർ ആണ്. Then b square is equal to what? b is equal to 2 cancel, b and cancel, √3 ആണ്. b square b is equal to √3 ആണ്. b √3 ആവുമ്പോൾ b is equal to √3 ആണെങ്കിൽ a square is equal to 2 into b square 6 ആണ്. b square 3 6 ആണ്. a is equal to √6 ആണ്. Then equation എങ്ങനെ വന്നു? Equation is x square minus x square divided by a square 6 plus y square divided by b square 3 equal to 1 ആണ്. Isn't it? Okay. y square by 3 minus x square by 6 is equal to 1 ആണ്. അടുത്ത നമ്മളോട് പറയുകയാണ്, സപ്പോസ് ദ പോയിന്റ് ആൽഫ കോമ 6 ആൽഫ ഗ്രേറ്റർ ദാൻ 0 ലൈ ഓൺ എച്ച്. ആൽഫ കോമ 6 ലൈ ഓൺ എക്സ്, ലൈ ഓൺ എക്സ് എച്ച് ഇതിൽ കിടക്കുന്നു. അപ്പോൾ ആൽഫ ഇവിടെ മൈനസ് ആൽഫ സ്ക്വയർ ബൈ 6 എക്സ് പ്ലസ് 36 by 3 equal to 1 ആണ്. Then 36 by 3 എന്ന് വെച്ചാൽ 12 minus 11 is equal to alpha square by 6. Then alpha square is equal to 66 ആണ്. Alpha square 66. ആൽഫ സ്ക്വയർ 66 ആണ്. ആൽഫ വേണം. അപ്പോൾ ഈ പോയിന്റ് എന്ന് വെച്ചാൽ √66 6 ആണ്. പോയിന്റ് what is point? √66 6 ആണ്. ഇത് നമ്മളിവിടെ പറയുകയാണ് എച്ച് സബ്ജക്ട്. ബീറ്റ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ദിസ് ബീറ്റ. ആൽഫ ഈസ് ഓൾറെഡി സ്റ്റഡി. ബീറ്റ പ്രൊഡക്റ്റ് ഓഫ് ഫോക്കൽ ഡിസ്റ്റൻസ്. ഫോക്കസ് വേണം. ഫോക്കസ് എന്താണ്? പ്ലസ് ഓർ മൈനസ്. ഇവിടെ നമുക്ക് തിരിഞ്ഞിട്ടുള്ള ടേംസാണ്. ഇവിടെ നമുക്ക് ടേംസിൽ y സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ദാറ്റ് ഈസ് ദ ഫോക്കസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടേംസിൽ എന്താ വരേണ്ടത്? ഫോക്കസ് വരേണ്ടത് കോഞ്ചുഗേറ്റ് ഹൈപ്പർബോളയാണിത്. ദിസ് ഈസ് കോഞ്ചുഗേറ്റ് ഹൈപ്പർബോള. കോഞ്ചുഗേറ്റ് ഹൈപ്പർബോളയുടെ 0 കോമയാണ്. 0 കോമ പ്ലസ് ഓർ മൈനസ് ബി ഇ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 0 കോമ പ്ലസ് ഓർ മൈനസ് ബി വാട്ട്? ബി ഈസ് ഈക്വൽ ടു √3 ആണ്. ഈ എക്സെൻട്രിസിറ്റി √3 ആണ്. അപ്പോൾ 6 ആണ്. ആൻഡ് D1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ്
ഈ ടേം ഇതുമായിട്ടാണ് റൂട്ട് ഓഫ്. അപ്പോൾ 66 പ്ലസ് ബി is equal to root 3 into root 3. Root 3 into root 3 is 3. B 3 ആണ്. അപ്പോൾ 6 പ്ലസ് 981 ആണ്. That is equal to root 147 ആണ്. D2 square root of അടുത്ത പോയിന്റുമായിട്ട് ഇത് വരുമ്പോൾ 66 ഹിയർ. 6 മൈനസ് 3 സ്ക്വയർ 9 ആണ്. റൂട്ട് 75 ആണ്. D1 D2 ആണ് എന്തെന്ന് പറയുന്ന സാധനം ബീറ്റ. ദിസ് ഈസ് ബീറ്റ. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 147 ഇൻറ്റു റൂട്ട് 75 ആണ്. ഇസ്ൻ്റ് ഇറ്റ്? റൂട്ട് 75 25 ഇൻറ്റു 3 ആണ്. 5 റൂട്ട് 3 ആണ്. 5 റൂട്ട് 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് 7 റൂട്ട് 3 ആണ്. 49 ഇൻറ്റു 3 ആണ്. 49 ഇൻറ്റു 3 ഇൻറ്റു 5 റൂട്ട് 3. So that is equal to 35 into 9. 35 into 9. 35 into 3. 35 into 3. Isn't it? So that is equal to what? 105. Then beta is equal to 105. Alpha square plus beta. Alpha square plus beta is equal to 66. Alpha square 66. 66 plus 105. That is 171. 171 correct answer. Okay. Go to next. നമുക്ക് ഹൈപ്പർബോളയുടെയും ഇതിൻ്റെയും ടാൻജൻറ്റ് നമുക്കിതിൻ്റെ ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ x square divided by a square plus y square divided by b square is equal to 1. Then a should be greater than b ആണ്. ഇതിൻ്റെ നമ്മൾ എഴുതിയ x square divided by a square minus y square divided by b square is equal to 1 ആണ്. Isn't it? ഇവിടെ ടാൻജൻ്റ് at x1 y1. At x1 y1 a given point എന്ന് പറയും. നമുക്കറിയാം എക്സ് സ്ക്വയർ മാറ്റി x1 by a സ്ക്വയർ പ്ലസ് y1 by b സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ x1 by a സ്ക്വയർ മൈനസ് y1 by b സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. ഇതിൻ്റെ നോർമൽ പിന്നെ കോഡ് ഓഫ് കോണ്ടാക്ട് T1 ഈസ് ഈക്വൽ ടു 0 കോഡ് ബൈസെക്റ്റഡ് ബൈ x1 y1 T1 ഈസ് ഈക്വൽ ടു S1 ആണ്. അതൊന്നും നമ്മൾ ഇതിന് എഴുതുന്നില്ല. ഇവിടെ നോർമൽ അറ്റ് x1 y1 a സ്ക്വയർ ബൈ x1 x മൈനസ് b സ്ക്വയർ ബൈ y1 y ഈക്വൽ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ്. a സ്ക്വയർ ബൈ x1 x പ്ലസ് b സ്ക്വയർ ഡിവൈഡഡ് ബൈ y1 y ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. ഇതിൽ മൈനസ്. This is also മൈനസ് ബി സ്ക്വയർ ആണ്. ഇതാണ് നോർമൽ. ഇനി നമ്മൾ പറയുകയാണ് ഇഫ് ടാൻജൻറ്റ് കോഡ് ഓഫ് കോണ്ടാക്ട് T1 ഈക്വൽ ടു 0 ഇതിനാണ് T1 ഈക്വൽ ടു 0 എന്ന് പറയണത്. ഈ ഇക്വേഷൻ തന്നെയാണ് കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇക്വേഷൻ. കോഡ് ബൈസെക്റ്റഡ് ബൈ x1 y1 T1 ഈസ് ഈക്വൽ ടു S1 ആണ്. ഇവിടെ ഇഫ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c become tangent
become tangent. Then condition, then equation y is equal to mx plus or minus root of a square m square plus b square. What is the condition? C square is equal to a square m square plus b square. ഇതാണ് സിയുടെ സ്ഥാനത്ത് ഇതാണ് വരുന്നത്. C square equal to. അപ്പോൾ ഇവിടെ y is equal to mx plus or minus root of a square m square minus b square ആണ്. അതിൻ്റെ കണ്ടീഷൻ C square is equal to a square m square minus b square ആണ്. Point of contact നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ a square m ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഇത് പ്ലസ് ഓർ മൈനസ് എടുക്കും, ഇത് മൈനസ് ഓർ പ്ലസ് എടുക്കണം കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ഇതെടുക്കുമ്പോൾ മൈനസ് ഓർ പ്ലസ് എന്ന് എടുക്കണം. എന്നാലാണ് ഇവിടെ നമുക്ക് കണ്ടില്ലേ എ സ്ക്വയർ എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊടുത്താൽ ഇത് കണ്ടില്ലേ എ സ്ക്വയർ എം സ്ക്വയർ വരും, പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ എം സ്ക്വയർ. ഇതിൻ്റെ പ്ലസ് എ സ്ക്വയർ എം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി നമുക്ക് എന്ത് വരും? കോമ ഇവിടെ നമുക്ക് വരുമ്പോൾ പ്ലസ് ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരും. ഈ പ്ലസ് കിടക്കുന്നതുകൊണ്ടാണ് എടുക്കണം, ഇത് മൈനസ് പ്ലസ് എടുക്കണം. അപ്പോൾ ഇത് മൈനസ് പ്ലസ് എടുക്കുമ്പോൾ ഇവിടുത്തെ ടൈമിൽ വരുന്ന പ്ലസ് മൈനസ് ആണ്. ഇത് പ്ലസ് മൈനസ്, ഇത് മൈനസ് ഓർ പ്ലസ്, ഇത് പ്ലസ് മൈനസ്. ഇവിടെ വരുമ്പോഴോ ഇവിടെ വരുന്നത് നിങ്ങൾ മൈനസ് ഓർ പ്ലസ് എടുത്താൽ എ സ്ക്വയർ എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എം സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് മൈനസ് പ്ലസ് തന്നെയാണ്, മൈനസ് തന്നെയാണ്. ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എം സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പാരാമെട്രിക് ഫോം x is equal to a cos theta, y is equal to b sin theta. ഇത് x is equal to a sec theta, y is equal to b tan theta. പാരാമെട്രിക് ഫോം അനുസരിച്ച് ടാൻജൻറ്റ്, പാരാമെട്രിക് ഫോം അനുസരിച്ച് ടാൻജൻറ്റ്, ടാൻജൻറ്റ് ടു തീറ്റ. x by a cos theta plus y by b sin theta equal to 1. ഇവിടെ x by a sec theta minus y by b tan theta is equal to 1. അതിൻ്റെ നോർമലി ചോദിച്ചാൽ എ ബൈ കോസ് തീറ്റ എക്സ് മൈനസ്, ഇത് നോർമലി ഞാനിവിടെ എഴുതാം, നോർമൽ എ ബൈ കോസ് തീറ്റ എക്സ് മൈനസ് ബി ബൈ സൈൻ തീറ്റ വൈ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതിൻ്റെ നോർമൽ എന്ന് വെച്ചാൽ എ ബൈ സിക് തീറ്റ എക്സ് പ്ലസ് ബി ബൈ ടാൻ തീറ്റ വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. നോർമലാണ് രണ്ടാമത്, ഇത് നോർമലാണ് കേട്ടോ. ഇതാണ് ടാൻജൻറ്റ് ആൻഡ് നോർമൽ. നമ്മൾ പറഞ്ഞു ഒരു സിലബസിൽ ചില ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. ഓക്കെ, ഇവിടെ ദ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ടു ദ ഹൈപ്പർബോള 4x സ്ക്വയർ മൈനസ് 5y സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 പാരൽ ടു ദിസ് ലൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കേ, ഇവിടുത്തെ ഇക്വേഷൻ എടുത്താൽ ഇത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 1 ആണ് ഹൈപ്പർബോള. ഇതാണ് ഹൈപ്പർബോള. പാരലൽ ആയതുകൊണ്ട് സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു സെയിം ആണ്. എം ഈസ് ഈക്വൽ ടു വാട്ട്? 1 ആണ്. ദെൻ the equation of tangent ആണ്. equation of tangent is equation of tangent is equation of tangent is y is equal to mx plus or minus root of a square m square minus b square ആണ്. That is y is equal to
mx x plus or minus root of a square m square 5 m square 1 minus b square 4. So that is y is equal to x plus or minus 1 ആണ്. അതായത് x minus y is equal to plus or minus 1 is equal to 0 ആണ്. അപ്പോൾ ഏതാണ് ആൻസർ? 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ 3 ഷേപ്പുകളാണ്. ഒന്ന് പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. ഇതിൽ നിന്ന് നമുക്ക് വരാവുന്ന മിനിമം 2 ക്വസ്റ്റ്യൻസ്, സർക്കിളാരം കൂട്ടുമ്പോൾ 3 ക്വസ്റ്റ്യൻസ്, സ്ട്രെയിറ്റ് കണക്ട് ചെയ്താൽ മിനിമം 3 ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. അത് ഫോർമുലകൾ പഠിച്ചാൽ നമുക്കതിൽ എങ്ങനെയാലും പ്രോബ്ലം കിട്ടും. ടഫല്ല, ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പിടിക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് ഒന്ന് പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. ഞാൻ അതിൻ്റെ ടാൻജൻസ് ആൻഡ് നോർമൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം സിലബസിലില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ പല ക്വസ്റ്റ്യനിലും ടാൻജൻറ്റും നോർമലും കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. അതിൽ ചില ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിനിമം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ടാൻജൻറ്റ് നോർമലിനല്ല, അതിൻ്റെ ഫസ്റ്റ് പാർട്ടിനാണ്. ഫസ്റ്റ് പാർട്ടിലെ ഫോർമുലകൾ നന്നായി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബ്ലംസ് മസ്റ്റായി കിട്ടും. ഓക്കെ, നല്ല ഭംഗിയായിട്ട് നമുക്ക് എക്സാം എഴുതണം. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.